അത്യുന്നതനായ ദൈവം ഇച്ഛിക്കുന്ന രണ്ടതിപ്രധാന കാര്യം, സകല മനുഷ്യരും രക്ഷ പ്രാപിക്കണം, രക്ഷയുടെ പ്രാപണം, സത്യത്തിൻ്റെ പരിജ്ഞാനത്തിൻ്റെ പ്രാപണം. രണ്ട് കാര്യങ്ങളെ പ്രാപിക്കണമെന്ന് ദൈവം എല്ലാ മനുഷ്യരെക്കുറിച്ചും ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് നാം ചിന്തിക്കുന്നത്. അതിൽ 4 പ്രധാന പ്രയോഗങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽ പഠനാർഹമായി നൽകിത്തരാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇവിടെ ഇരിക്കുന്ന മുഴുവൻ പ്രിയപ്പെട്ടവരും രക്ഷാനിർണയം പ്രാപിച്ച ദൈവകൃപയിൽ നിലനിൽക്കുന്നവരും പുനരാഗമിക്കുന്ന കർത്താവിനോടൊപ്പം സമാഗമിപ്പാൻ താല്പര്യത്തോടെ ഒരുക്കമുള്ളവരായി നിൽക്കുന്നവരുമാണെന്ന് എനിക്കറിയാം. അപ്പം നിങ്ങൾക്കും അപ്പോൾ തന്നെ വെളിയിൽ ക്രൈസ്തവ സന്ദേശത്തോട് ആഭിമുഖ്യമുള്ളവരും വിയോജിപ്പുള്ളവരും നേരിയ തോതിലെങ്കിലും ഇതിനെ അറിയണമെന്ന് ആഗ്രഹിക്കുന്നവരൊക്കെയുണ്ട്. അങ്ങ് സമ്മിശ്ര താല്പര്യമുള്ളവരാ ജനത അങ്ങ് വെളിയിൽ. എല്ലാവർക്കും ഒരേപോലെ ആത്മിക പ്രബുദ്ധതയുള്ള ചില വിചാരങ്ങൾ, പ്രത്യേകിച്ച് 4 കാര്യങ്ങളെ ആസ്പദീകരിച്ചുകൊണ്ട് ഈ വാക്യത്തിൽ നടത്തിയെടുത്തു തരാൻ ആഗ്രഹിക്കുന്നു. 1, ദൈവം. 2, സകല മനുഷ്യരും. 3, രക്ഷയുടെ പ്രാപണം. 4, സത്യത്തിൻ്റെ പരിജ്ഞാനം. സത്യവചന സന്ദേശമാണല്ലോ ഇത്. അതുകൊണ്ട് ഈ 4 കാര്യങ്ങളെയാണ് ഇന്നും നാളെയുമായി നമ്മൾ ചിന്തിപ്പാൻ ആഗ്രഹിക്കുന്നത്. ഇന്നലെ കേട്ട സന്ദേശം മറന്നു പോകരുത്. കർത്താവിൻ്റെ ദാസൻ നിങ്ങൾക്ക് നൽകിയ ആ ആത്മീയ ആലോചന ഇന്നും നാളെയും ലഭിക്കപ്പെടുന്നതും മറക്കരുത്. ഈ യോഗങ്ങൾക്കൊക്കെ ആത്യന്തികമായൊരു കാരണമായി തീർന്ന വാത്സല്യ മാതാവ് നമ്മുടെ തൊട്ട് മുമ്പിൽ തന്നെയുണ്ട്. കേൾക്കാൻ കഴിഞ്ഞു, അറിയാൻ കഴിഞ്ഞു. ഈ ജീവിതത്തിൻ്റെ സായാഹ്നത്തിലും ദേശത്തോട് സുവിശേഷം അറിയിക്കാൻ താൻ കാണിക്കുന്ന ആത്മഭാരത്തിൻ്റെ ആ ഒരു കാര്യത്താലാണല്ലോ ഇത് നടത്തപ്പെടാനിടയാകുന്നത്. അമ്മച്ചതയും അനുഗ്രഹിക്കട്ടെ. ആയുസ്സിൻ്റെ ബാക്കി ദിനങ്ങളെല്ലാം ഞങ്ങൾക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കാൻ, സഭയ്ക്ക് വേണ്ടി, ദേശത്തിന് വേണ്ടിയൊക്കെ ഇടിവിൽ നിൽക്കാൻ കർത്താവ് പിന്നെയും കരുത്തോടെ നിർത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മാതാക്കൾ, പിതാക്കന്മാർ, പ്രായമായവർ, നരച്ച തലകൾ ഒരു പുണ്യമാണ്. അനുഭവ സമ്പത്തേറെ അവർക്കുണ്ട്. കടന്നു വന്ന വഴിത്താരകൾ മുള്ളിൻ്റേതായിരുന്നു. ഒട്ടനവധി ഇല്ലായ്മകളുടെ, വല്ലായ്മകളുടെ, ദുഃഖ ദുരിതങ്ങളുടേതൊക്കെയായിരുന്നു. പക്ഷേ പതറാതെ ഇടറാതെ അറിഞ്ഞ യാഥാർത്ഥ്യത്തിന് വേണ്ടി ചടുലമായി നിൽക്കാൻ ദൈവം അവർക്ക് കൃപ ചെയ്തു. അതുകൊണ്ട് തന്നെയാണ് ഈ സന്ദേശം, സത്യവചന സന്ദേശം എന്ന നിലയിലൊരു പ്രോഗ്രാം കൂടെ ക്രമീകരിക്കാൻ അമ്മച്ചിക്ക് ദൈവം അവസരം കൊടുത്തത്. അത് നിമിത്തമായി താൻ ഉൾക്കൊണ്ട് നിൽക്കുന്ന കുടുംബത്തിലെ മക്കൾ, മരുമക്കൾ, കൊച്ചുമക്കൾ എല്ലാവരും ഒരേപോലെ ആശീർവദിക്കപ്പെടാൻ കർത്താവ് കൃപ ചെയ്യട്ടെ എന്നും കൂടെ ആശംസിക്കുകയും എല്ലാ ഭാവകങ്ങളും അനുഗ്രഹങ്ങളും ആശീർവാദങ്ങളും ആരോഗ്യവും സമൃദ്ധിയും സന്തോഷവും അമ്മച്ചിക്കുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. തുടങ്ങാൻ നമുക്ക് തിരുവചനത്തിൻ്റെ ധ്യാനങ്ങൾ. 1 തിമോത്തിയോസ് 2-ാം അധ്യായം അതിൻ്റെ 4-ാമത് വാക്യം. വന്നുകൂടിയിരിക്കുന്ന ദൈവമക്കൾക്ക് എല്ലാവർക്കും കൂടി ഒരു അറിവിൻ്റെ തലം ഉണ്ടാകേണ്ടതിന് ചില വിചാരങ്ങൾ മുഖവരയായി പറയുന്നത് ശ്രദ്ധിക്കണം. പൗലോസിൻ്റെ ആകെ ലേഖനങ്ങൾ 14 എണ്ണമാണ്. അതിൽ 3 ലേഖനങ്ങളെ വൈദിക ലേഖനങ്ങൾ എന്നാണ് പറയുക. വൈദിക ലേഖനങ്ങൾ എന്ന് പറഞ്ഞാൽ ഇടയ ലേഖനങ്ങൾ എന്ന് പറഞ്ഞാൽ പാസ്റ്ററൽ എപ്പിസ്റ്റൽസ്. ദൈവത്തിൻ്റെ സഭയാം ജീവൽ ഘടകത്തെ എങ്ങനെ നയിക്കണം, എങ്ങനെ നടത്തണം, ആ ശുശ്രൂഷയിൽ എങ്ങനെ ആയിരിക്കണമെന്നൊരിടയനോടും ഇടയൻ്റെ കൈക്കൽ മുഴുവൻ ജനാവലിയും പരസ്പരം എങ്ങനായിരിക്കണം, അനുഷ്ഠിക്കേണ്ട ധർമ്മകർമ്മങ്ങൾ എന്താകണം, സഭയ്ക്ക് സമൂഹത്തോടുള്ള ബന്ധം എന്താകണം, സഭാ കുടുംബങ്ങൾ പരസ്പരമുള്ള ബന്ധത്തിൻ്റെ, ഐക്യത്തിൻ്റെ മഹത്വപൂർണമായ അനുഭവം എങ്ങനായിരിക്കണം എന്നിത്യാദി വസ്തുതകൾ വളരെ വിസ്തൃതമായിട്ട് നൽകിത്തരുന്ന 3 ലേഖനങ്ങളാണ് 1 തിമോത്തിയോസ്, 2 തിമോത്തിയോസ്, തീത്തോസ് എന്ന ഈ 3 ലേഖനങ്ങൾ. ഞാൻ പറയുന്നത് ശ്രദ്ധിക്കുന്നുണ്ടോ? നിങ്ങളുടെ പലരുടെയും ശ്രദ്ധ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകുന്നു. ഓൺലൈൻ ചെയ്യുന്നവർ അവർ രണ്ടുപേരും മാറിയും തിരിഞ്ഞുമൊക്കെ നടക്കുമോ, അവരത് തിരിക്കുകയോ മറിക്കുകയോ ഒക്കെ ചെയ്യും. അവരെ നമ്മൾ ശ്രദ്ധിക്കേ വേണ്ട. ഇന്ന് രാത്രി എന്നെ തന്നെ ഇങ്ങോട്ട് നോക്കി നിൽക്കണം. അങ്ങനെ ഒരു 9 മണി വരെ നോക്കി നിൽക്കാൻ പറ്റിയ ഗ്ലാമർ താരമൊന്നുമല്ല ഞാനെന്ന് എനിക്കറിയാം. എന്നാലും ഈ വചനം കേൾക്കാൻ വേണ്ടി നിങ്ങൾ എന്നെ ശ്രദ്ധിക്കുമല്ലോ. പ്രൈസ് ദി ലോർഡ്. 3 ലേഖനങ്ങളെയാണ് വൈദിക ലേഖനങ്ങൾ അഥവാ ഇടയ ലേഖനങ്ങൾ എന്ന് പറയുക. ഇനി ഞാൻ 3 വാചകങ്ങൾ പറയുന്നു, അത് ശ്രദ്ധിച്ചോളൂ. ആ 3 വാചകങ്ങളെ ഈ 3 ലേഖനങ്ങളുമായിട്ട് ഉൾച്ചേർക്കണം. ഓക്കെ. പൗലോസ് എഴുതിയ ഈ 3 ലേഖനങ്ങൾ താൻ വളർത്തി വലുതാക്കി തട്ടിത്തലോടി തഴുകി ഉയർത്തിയ 2 അനുഗ്രഹീതരായ ആത്മീയ സന്താനങ്ങൾക്ക് വേണ്ടിയാണ്, തിമോത്തിയോസിനും പിന്നെ തീത്തോസിനും. 3 അതിപ്രധാനമായ സുവിശേഷാത്മക ചിന്തകളെ പ്രധാന പ്രമേയമാക്കിക്കൊണ്ടാണ് ഈ 3 ലേഖനങ്ങൾ നിലകൊള്ളുന്നത്. അത് പഠനാർഹമായതുകൊണ്ട് കുഞ്ഞുങ്ങളടക്കം അതിനെ ഗ്രഹിക്കണം, കേട്ട് കുറിച്ചുകൊള്ളണം. ഒന്നാമത്തെ ചിന്ത,
പ്രൊട്ടക്ട് ദ ഗോസ്പൽ എന്നതാണ്. പ്രൊട്ടക്ട് ദ ഗോസ്പൽ എന്നതാണ് ഒന്നാമത്തെ ചിന്ത. എന്ന് പറഞ്ഞാൽ സുവിശേഷത്തെ സംരക്ഷിക്കുക. രക്ഷിക്കപ്പെട്ട ഓരോ ദൈവ പൈതലിൻ്റെയും ജീവിതത്തിൻ്റെ ആത്യന്തിക ലക്ഷ്യമാണ് സുവിശേഷത്തെ സംരക്ഷിക്കണം. പ്രൊട്ടക്ട് ദ ഗോസ്പൽ. അങ്ങനെ ഒരു വാചകം എഴുതിയാൽ അതിൻ്റെ നേരെ എഴുതണം 1 തിമോത്തിയോസ്. 1 തിമോത്തിയോസിൻ്റെ ലേഖനം 6 അധ്യായങ്ങളാണ്. 6 അധ്യായത്തിൻ്റെയും ആന്തരിക പ്രമേയമാണ് എന്തെന്ന്? പ്രൊട്ടക്ട് ദ ഗോസ്പൽ, സുവിശേഷത്തെ സംരക്ഷിക്കുക എന്നുള്ളത്. ഇനി രണ്ടാമത്തെ വാചകം പ്രൊക്ലെയിം ദ ഗോസ്പൽ എന്നതാണ്. സുവിശേഷത്തെ പ്രഘോഷിക്കുക, അതാണ് രണ്ടാമത്തെ വാചകം. പ്രൊക്ലമേഷൻ ഓഫ് ദ ഗോസ്പൽ. ഇടവഴികൾ, പെരുവഴികൾ, പട്ടണപ്രാന്തങ്ങൾ, ഗ്രാമവീഥികൾ, മുക്കവലകൾ, നാൽക്കവലകൾ, എവിടെയായാലും ചറ്റമഴ നനഞ്ഞോ, വെയിൽ കൊണ്ടോ, പൊടിക്കാറ്റടിച്ചോ, നല്ല തണുപ്പാണോ, അതൊന്നും വിഷയമാക്കാതെ യേശു എന്ന ഏകരക്ഷിതാവിനെ, ഏകകർത്താവിനെ ഉറക്കപ്പറയുവാനുള്ള ആ ഒരു സമർപ്പണം, ആ ഒരു സാമർഥ്യം, ആ ഒരു വാചാലത, അതാണ് പ്രൊക്ലമേഷൻ ഓഫ് ദ ഗോസ്പൽ എന്ന് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. അതിൽ വ്യാപൃതരാകുന്നവർ എത്ര പേരുണ്ട്? അതിൽ സമർപ്പണമുള്ള എത്ര പേരുണ്ട്? അവനെ ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുകയാണ്. അറിഞ്ഞ യാഥാർത്ഥ്യത്തെ മറ്റുള്ളവരെ അറിയിക്കുക, അതാണ് 2 തിമോത്തിയോസിൻ്റെ ലേഖനം. ഞാനൊരു ചോദ്യം, 1 2 3 ചോദ്യം ഒന്ന് ചോദിച്ചോട്ടെ. അവരവരുടെ മനസ്സാക്ഷിയോട് അടുത്ത് നിൽക്കുന്നവരെ നോക്കരുത്, നമ്മുടെ മനസ്സാക്ഷിയോട് തന്നെ ചോദിക്കണം. ഏറ്റവും അവസാനം ഒരു വ്യക്തിക്ക് ട്രാക്റ്റ് കൊടുത്തത് എന്നാന്ന് ഓർമ്മയുണ്ടോ? സുവിശേഷം നന്നായി എഴുതി പതിപ്പിച്ച ഒരു ട്രാക്റ്റ് ഒരു വ്യക്തിക്ക് കൈമാറിയത് ഏറ്റവും അവസാനം എന്നായിരുന്നു? രണ്ടാമത്തെ ചോദ്യം, ഏറ്റവും അവസാനം ഒരു വീട്ടിൽ സുവിശേഷം അറിയാൻ പോയത് എപ്പോഴാണെന്ന് ഓർമ്മയുണ്ടോ? പാപ്പച്ചനോടും കറിയാച്ചനോടും അന്നമ്മയോടും ചിന്നമ്മയോടും ശോശാമ്മയോടും മേഴ്സിയോടും തങ്കമ്മയോടും ഒന്നുമല്ല. ഗോപിയോടും ശശിയോടും രമണിയോടും ഗോമതിയോടും അബ്ദുൾ റഹ്മാനോടും ലത്തീഫിനോടും ലൈല ബീവിയോടും റഫീഖിനോടും സുവിശേഷം അറിയിക്കാൻ വീട് തേടിപ്പോയത് ഏറ്റവും ഒടുവിലെന്നായിരുന്നു? ഏറ്റവും ഒടുവിലൊരു ബൈബിൾ താങ്കളുടെ സുഹൃത്തിനു വേണ്ടി കൊടുത്തത് ഏറ്റവും അവസാനം എന്നായിരുന്നു? സഭയായിട്ട് ഏറ്റവും ഒടുവിൽ ഒരു കവലയിൽ നിന്നൊരു പരസ്യോഗം നടത്തിയത് എന്നായിരുന്നു? ഓർമ്മയുണ്ടോ? പെന്തക്കോസ്തുനാളിൽ ശാലേം രാജൻ ഇതൊക്കെ പാടി തമ്പേർ തല്ലി എല്ലാം മറന്ന് ആരാധിക്കാറുണ്ട് പള്ളിക്കകത്തിരുന്ന് നാൽച്ചുവരുകൾക്കുള്ളിൽ. വരുവിൻ ഈ നല്ല സമയം എന്നും പറഞ്ഞുള്ള പാട്ടുപാടി കവലയിൽ നിന്നിട്ട് എത്ര നാളായി? കഴിഞ്ഞ ആഴ്ച മുതൽ ഈ ആഴ്ച വരെ ദൈവം എന്നെ കാത്തു സൂക്ഷിച്ചു. എത്രയോ ബാല്യവാന്മാർ മരണം വഴിയായിപ്പോയി, ഞാൻ ഈ വഴിയായി വന്നു, യേശുവിൻ്റെ നാമത്തിൽ ആമേൻ എന്ന് പറയുന്ന എല്ലാ ആഴ്ചയിലും സാക്ഷി പറയാറുണ്ട്. പക്ഷേ മാടക്കടയുടെ തന്നെ നിന്നുകൊണ്ട് പോയി വരുന്ന വ്യക്തികളെ നോക്കി യേശു മാത്രം ആ സുഹൃത്തെ രക്ഷകൻ എന്ന് പറഞ്ഞിട്ട് എത്ര കാലമായി? അതാണ് പ്രൊക്ലമേഷൻ ഓഫ് ദ ഗോസ്പൽ. എത്ര പേർക്ക് സമ്മതിക്കാൻ പറ്റുന്നുണ്ട്? സുവിശേഷത്തിൻ്റെ പ്രഘോഷണം, സുവിശേഷത്തിൻ്റെ സംരക്ഷണമാണ് 1 തിമോത്തിയോസ്. സുവിശേഷത്തിൻ്റെ പ്രഘോഷണമാണ് 2 തിമോത്തിയോസ്. മൂന്നാമത്തേത് പ്രാക്ടീസ് ദ ഗോസ്പൽ. പ്രാക്ടീസ് ദ ഗോസ്പൽ എന്ന് പറഞ്ഞാൽ സുവിശേഷത്തെ പ്രായോഗികമാക്കുക. സുവിശേഷം നമ്മുടെ ജീവിതത്തിൽ പ്രായോഗികതയിലേക്ക് വരണം. ഉടയിലും നടയിലും ഭക്ഷണത്തിലും ഭാഷണത്തിലും ദാമ്പത്യത്തിലും സാമ്പത്തികത്തിലും മറ്റെല്ലാ മേഖലയിലും സുവിശേഷാത്മകമാകണം ജീവിതം. എനിക്കത് വേണ്ട, എന്തുകൊണ്ട്? സുവിശേഷവുമായി പൊരുത്തപ്പെടുന്നില്ല. എനിക്കത് കഴിക്കാൻ പറ്റില്ല, എന്തുകൊണ്ട്? ഇഷ്ടമല്ലേ, ടേസ്റ്റ് ഇഷ്ടമല്ലാഞ്ഞിട്ടല്ല, സുവിശേഷം സമ്മതിക്കുന്നില്ല. ആ ഗെറ്റുഗതറുകൾ ഞാൻ പങ്കെടുക്കില്ല, എന്തുകൊണ്ട്? അത് സുവിശേഷത്തിൻ്റെ സംസ്കാരവുമായി പൊരുത്തപ്പെടില്ല. എനിക്ക് ആ ടൈപ്പ് ഉടുത്തുകൂടാ, ആ ടൈപ്പ് കൂട്ടുകെട്ട് എനിക്ക് പറ്റില്ല, എന്തുകൊണ്ട്? സുവിശേഷത്തിൻ്റെ സംസ്കാരം അത് അനുവദിക്കുന്നില്ല. അതാണ് പ്രാക്ടീസ് ദ ഗോസ്പൽ. എത്ര പേർക്ക് സമ്മതിക്കാൻ കഴിയുന്നുണ്ട്? ഈ പ്രമേയമാണ് തീത്തോസിൻ്റെ ലേഖനത്തിലുള്ളത്. ഓക്കെ, അപ്പോൾ സുവിശേഷ സംബന്ധമായ 3 തീഷ്ണമായ ക്രാന്തദർശനങ്ങൾ വൈദിക ലേഖനങ്ങളുടെ ആന്തരിക പ്രമേയമാണ്. അതിലൊന്നാം ലേഖനം 2-ാം അധ്യായം 4-ാമത് വാക്യത്തെ ആസ്പദമാക്കിയാണ് നാം ഇന്ന് രാത്രിയിൽ ദൈവവചന ചിന്തയ്ക്ക് തുടക്കമാകുന്നത്. ശ്രദ്ധിക്കാം. 2:4 ഞാൻ പറഞ്ഞു, അവൻ എന്ന പ്രയോഗത്തെ മാറ്റണം അവിടെ നിന്ന്. അവൻ എന്ന പ്രയോഗമല്ല അവിടെ കൊടുത്തിരിക്കുന്നത്, ദൈവം. ദൈവത്തിൻ്റെ ഇച്ഛ, ദൈവത്തിൻ്റെ ആഗ്രഹം, ദൈവത്തിൻ്റെ അഭീഷ്ടം, ദൈവത്തിൻ്റെ ഏറ്റവും വലിയ അദമ്യമായ ഹൃദയ നിരൂപണം 2 കാര്യമാണ്. സകല മനുഷ്യരും രക്ഷ പ്രാപിക്കണം, രക്ഷയുടെ പ്രാപണം. സകല മനുഷ്യരും സത്യത്തിൻ്റെ പരിജ്ഞാനത്തിലെത്തണം. അതിനുവേണ്ടിയുള്ള ശക്തമായ പാട്ടുകളാണ് ഇവിടെ കേട്ടതില്ല. അതിനുവേണ്ടിയുള്ള ശക്തമായ ആലോചനകളാണ് പാട്ടുകൾക്കിടയിൽ കേട്ടതില്ല. ഇനി അതിനുവേണ്ടിയുള്ള ആലോചനകളാണ് പ്രഭാഷണമായി നിങ്ങളുടെ ശ്രദ്ധയിലേക്ക്
നാട്ടുകാരിലേക്ക് നൽകിത്തരാൻ ആഗ്രഹിക്കുന്നത്. ദൈവം എന്ന പദം മുതൽ, പദമല്ല നാമം മുതൽ നമുക്ക് പഠിച്ചു തുടങ്ങാം. ഞാൻ പറഞ്ഞത് മറക്കരുത്. മലയാള വേദപുസ്തകം നിങ്ങൾ തപ്പുമ്പോൾ ദൈവമെന്ന പ്രയോഗം കാണില്ല, നാമം കാണില്ല. പകരം അവിടെ അവൻ എന്നാണ് കൊടുത്തിരിക്കുന്നത്. ആ പ്രയോഗം അസ്ഥാനത്താണ്. ദൈവമെന്ന് തന്നെ അവിടെ എഴുതി ചേർക്കപ്പെടണം. ദൈവം സകല മനുഷ്യരും എന്ന് പറഞ്ഞാണ് ആ വാക്യം തുടങ്ങേണ്ടത്. ദൈവം എന്ന പദത്തിൻ്റെ റൂട്ട് വേർഡ് എലോഹിം എന്നതാണ്. എലോഹിം മറന്നു പോകരുത്. കുഞ്ഞുങ്ങൾ അറിയാൻ വേണ്ടി പറയുക. കുഞ്ഞുങ്ങൾക്ക് ആവിധമായിരിക്കുന്ന കാര്യങ്ങൾ ബോധ്യമാകണം. അവരുടെ ആത്മീക ജീവിതത്തിൻ്റെ ഉന്നതിക്കത് അനിവാര്യമായ കാര്യമാണ്. മക്കളുമാർ ശ്രദ്ധിക്കണം. ആൺകുഞ്ഞുങ്ങളും പെൺകുഞ്ഞുങ്ങളും ദൈവം എന്ന് കേൾക്കുമ്പോൾ ആ നാമത്തിനകത്ത് മൂന്നാളത്വ മഹിമകളുടെ സമഞ്ജസ സമ്മേളനമുണ്ട് എന്ന് നിങ്ങൾ മറന്നു പോകരുത്. ഓക്കെ, ദൈവം എന്ന നാമത്തിൻ്റെ റൂട്ട് വേർഡ് എലോഹിം എന്നതാണ്. എലോഹിം. അതിനകത്ത് പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് മൂന്നാളത്വ മഹിമകൾ ഒരുമിച്ച് സമന്വയിക്കപ്പെട്ടിരിക്കുന്ന ഒരവസ്ഥാവിശേഷമുണ്ട്. ഓക്കെ, അപ്പോൾ ദൈവം ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞാൽ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് മൂന്നാളത്വ മഹിമകളും ഈ മൂന്ന് പുണ്യങ്ങളും മൂന്ന് ഔന്നത്യങ്ങളും മൂന്ന് ഉത്തുംഗ പ്രതാപങ്ങളും നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് നമ്മൾ രക്ഷ പ്രാപിക്കണം, സത്യത്തിൻ്റെ പരിജ്ഞാനത്തിലെത്തണം എന്നുള്ളതാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവമെന്ന് പറയുമ്പോൾ ഈ മൂന്നാളത്വങ്ങളിൽ ഏതെങ്കിലും ഒന്നല്ല, ഇത് മൂന്നും ഒരുമിച്ച് നിൽക്കുന്നു എന്ന് നമ്മൾ അറിയണം. പരിശുദ്ധ തൃത്വം, ദ ഹോളി ട്രിനിറ്റി എന്ന് പറയുന്നത് നമ്മുടെ ഉപദേശ യാഥാർത്ഥ്യങ്ങളുടെ ഏറ്റവും കാതലായ, കഴമ്പായ, കാമ്പുള്ള ഒരു യാഥാർത്ഥ്യമാണ്. പക്ഷേ പലപ്പോഴും നമ്മൾ ഈ തൃത്വത്തിന് പരിഗണന കൊടുക്കാറില്ല. ചിലർക്ക് ദൈവം എന്ന് പറയുമ്പോൾ പിതാവാം ദൈവം മാത്രമാണ്, ചിലർക്ക് പുത്രൻ യേശുവിൻ്റെ നാമം മാത്രമാണ്, ചിലർക്ക് പരിശുദ്ധാത്മാവ് മാത്രമാകും. തെറ്റാണ്. ഇത് മൂന്നും കൂടെ ഒരുമിച്ച് ചേരുന്ന അനുഗ്രഹീതമായ ഒരവസ്ഥ വിശേഷമാണ്. പെന്തക്കോസ്തുകാർ എന്ന് നമ്മൾ അവകാശപ്പെടുമ്പോഴും നമ്മുടെ പാട്ടുകളിലും നമ്മുടെ പ്രയോഗങ്ങളിലുമെല്ലാം പലപ്പോഴും യേശുവിൻ നാമം മാത്രമാണ് ഈ മുഴച്ചു മുറ്റി നിൽക്കുന്നത്. മനസ്സിലായോ? തൃത്വവാദികളെന്നൊക്കെ നമ്മൾ പറയുമ്പോഴും യേശുവിൻ നാമം മാത്രം കൊണ്ട് പാടുകയും പറയുകയും ചെയ്യുന്നവരാണ് നമ്മൾ. പാട്ടുകൾ 10 എടുത്തു നോക്കിയാൽ അതിൽ 9 തൃത്വബോധമില്ല, തൃത്വവിലാസമില്ല, തൃത്വപ്രകാശനമില്ല, തൃത്വപ്രത്യക്ഷതയില്ല എന്ന് നിങ്ങൾക്ക് ശ്രദ്ധിക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും. എൻ്റെ യേശു എനിക്ക് നല്ലവൻ, യേശു നല്ലവനാ. ബാക്കി 2 ആളത്വങ്ങളെയും നമ്മൾ ആ പാട്ടിൽ മിണ്ടുന്നതേ ഇല്ല. തുണ എനിക്ക് യേശുവേ അങ്ങനെ പാടുന്നുള്ളൂ. ബാക്കി പിതാവും ഇല്ല, ഇതിനകത്ത് പരിശുദ്ധാത്മാവും ഇല്ല. ഇനി പരിശുദ്ധാത്മാവിനെ പ്രീതിപ്പെടുത്തിക്കൊണ്ടൊരു പാട്ടുണ്ട്, പരിശുദ്ധാത്മാവേ ശക്തിപാക. അതിനകത്ത് പിതാവും ഇല്ല, യേശു ഇല്ല. മനസ്സിലായില്ലേ? ഇങ്ങനെ പോവുക നമ്മുടെ പാട്ട് വിചാരങ്ങൾ. എല്ലാ പാട്ടുകളിലും ഇതൊക്കെ തന്നെയാണ്. തേജസ്സിൽ യേശുവിൻ പൊന്മുഖം ഞാൻ കാണും, യേശുവിനെ കണ്ടാൽ മതി എന്ന നമ്മുടെ താല്പര്യം. ഓക്കെ, അപ്പോൾ എല്ലാ പാട്ടുകളെയും നിങ്ങൾ സൂക്ഷ്മ വിശകലനം ചെയ്താൽ ഒരു പാട്ടിനകത്ത് മാത്രം പിതാവ് പറയുന്നുണ്ട്, സ്വർഗീയ പിതാവേ നിൻ തിരുഹിതം, അങ്ങനെ പറഞ്ഞിട്ട് അടുത്ത വരിയിൽ നിൻ ഹിതം ചെയ്തോ നാം നിൻ സുതനെ പോലെ. അപ്പോൾ പിതാവും ഉണ്ട്, സുതനും ഉണ്ട്. പരിശുദ്ധാത്മാവിനെ കുറിച്ച് മിണ്ടുന്നേ ഇല്ല പാട്ടിൻ്റെ വരികളിൽ. ഇതാണ് നമ്മൾ പാടുന്ന പാട്ടുകൾക്കകത്തുള്ള തൃത്വബോധമില്ലായ്മ. പക്ഷേ നമ്മളിതൊക്കെ ചിന്തിക്കാതെ കിട്ടിയ പാട്ട് അങ്ങ് പാടി മുമ്പോട്ട് പോകുന്നു. ഇനിയിപ്പം ആരെങ്കിലും ഒരു പാട്ട് എഴുതുന്നുണ്ടെങ്കിൽ അതിനകത്ത് തൃത്വബോധം കൂടെ ഉൾപ്പെടുത്തി ചെയ്യുന്നത് നല്ലതായിരിക്കും. ഓക്കെ, യേശുവിൻ നാമം വിജയിക്കട്ടെ അങ്ങനെയൊക്കെ പറഞ്ഞ് തുടങ്ങുന്നു. യേശുവിൻ്റെ നാമം, മധുരിമ നാമം, എല്ലാം യേശുമയമാണ്. മൊത്തത്തിൽ യേശു എന്നൊക്കെ പറയുന്നത് 33.5 വർഷത്തേക്ക് മാനുഷിക നാമം കൊടുത്തു എന്നുള്ളതേ ഉള്ളൂ. അതിനേക്കാൾ ഔന്നത്യമുള്ള ക്രിസ്തു. ഇപ്പം നമ്മൾ പാടിയ യേശു ക്രിസ്തു ഉയർത്തു ജീവിക്കുന്നു. ഒന്നുകിൽ യേശു ക്രിസ്തു എന്ന് പറയണം, അല്ലെങ്കിൽ ക്രിസ്തു യേശു എന്ന് പറയണം, അല്ലെങ്കിൽ കർത്താവായ യേശു ക്രിസ്തു എന്ന് പറയണം. യേശു 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 എന്നുള്ള നാമം മാത്രം പറയുമ്പോൾ ആ ഔന്നത്യത്തിന് അത്ര വലിയ തിളക്കമില്ലാതെ നമ്മൾ പറയും എന്നുള്ളതാണ്. അതുകൊണ്ട് യേശു ക്രിസ്തു ഉയർത്തു ജീവിക്കുന്നു, ഗംഭീര പ്രയോഗമാണത്. ക്രിസ്തു യേശു, എൻ്റെ കർത്താവായ ക്രിസ്തു യേശു. അപ്പോൾ യേശുവെന്ന് മാത്രം നാമം ഉപയോഗിക്കാതെ ക്രിസ്തു യേശു എന്ന പ്രയോഗത്തിന് കൂടുതൽ ഊന്ന്. ഞാൻ എല്ലായിടത്തും ഇത് പറയാറുണ്ട്, നമ്മുടെ തലമുറ ഇതറിയേണ്ടതിന് വേണ്ടി. മക്കളെ, 3 ദൈവങ്ങളല്ല, ഒറ്റ ദൈവം. ആ ദൈവത്തിൽ 3 ആളത്വ മഹിമകൾ. അതാണ് പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. ഞാൻ 1-2 വാക്യങ്ങൾ കൊണ്ട് അതിനെ പറയാം, ശ്രദ്ധിച്ച് കേട്ടോണേ. ആരും നശിച്ചു പോകാതിരിക്കാൻ ദൈവം അവനെ നൽകി. യോഹന്നാൻ 3:16. പിതാവാം ദൈവം തൻ്റെ പുത്രനെ നമുക്ക് വേണ്ടി
നൽകി. കണ്ടോ, പിതാവും പുത്രനും നേർരേഖയിൽ വരുന്ന അനുഗ്രഹീതമായൊരു വേദശകലമാണത്. ഇനിയും പിതാവിൻ്റെ ഇഷ്ടം മാത്രമായിരുന്നുവോ? പുത്രൻ ഇഷ്ടമില്ലായിരുന്നോ? ഉണ്ടായിരുന്നു. എഫെസ്യ ലേഖനം 5:2 മറന്നുപോകരുത് ഈ വാക്യങ്ങളുടെ കണക്ഷൻ. എഫെസ്യർ 5:2 പറയുന്നത് ക്രിസ്തുവും നമ്മെ സ്നേഹിച്ചു. അപ്പോൾ പിതാവ് മാത്രമല്ല നമ്മെ സ്നേഹിച്ചത്, ക്രിസ്തുവും നമ്മെ സ്നേഹിച്ച് നമുക്ക് വേണ്ടി തന്നെത്താൻ വഴിപാടും ബാക്കി പറ യാഗവുമായി തീർന്നു. അപ്പോൾ പിതാവ് നമ്മെ സ്നേഹിച്ച് തൻ്റെ പുത്രനെ നൽകി, പുത്രൻ നമ്മെ സ്നേഹിച്ച് നമുക്ക് വേണ്ടി തന്നെത്താൻ എന്തോ ചെയ്തു? വഴിപാടും യാഗവുമായി. ആരാണ്ട് ഓടിച്ചിട്ട് പിടിച്ച്, റോമാ സാമ്രാജ്യത്തിലെ കരുത്തന്മാരായ പടയാളികൾ ഓടിച്ചിട്ട് പിടിച്ചുകൊണ്ട് ക്രൂശിച്ചതല്ല. ആരെ തെരയുന്നു? അത് യേശുവിനെ തെരയുന്നു. അത് ഞാൻ തന്നെ എന്ന് പറഞ്ഞ് ഏൽപ്പിച്ചു കൊടുത്ത് നമുക്ക് വേണ്ടി വഴിപാടും യാഗവുമായി തീർന്നതാണ്. അപ്പോൾ പിതാവ് സ്നേഹിച്ചു, പുത്രൻ സ്നേഹിച്ചു. ഇനിയും നമുക്ക് വേണ്ടി വഴിപാടും യാഗവുമായി തീർന്നു മരണപ്പെട്ട, ശ്രദ്ധിച്ചു കേട്ടോണം, മൂന്നാമത്തെ ചിന്ത, മരണപ്പെട്ട ആ യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചത് പിതാവ് പുത്രനോ അല്ല, പകരം ആരാന്നാ പറയുക? പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയുടെ വ്യാപാരമാണ്. പിതാവ് ഉയർപ്പിച്ചു എന്ന വാക്യമുണ്ട്, പുത്രൻ ഉയർത്തു എന്ന വാക്യമുണ്ട്. പക്ഷേ എഫെസ്യ ലേഖനം 1:20 ആ ശക്തി ക്രിസ്തുവിലും വ്യാപരിച്ചവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് എന്തോ ചെയ്തു? ഉയർപ്പിച്ചു. അപ്പോൾ പിതാവ് നമുക്ക് പുത്രനെ നൽകി, പുത്രൻ നമ്മെ സ്നേഹിച്ച് തന്നെത്താൻ വഴിപാടും യാഗവുമായി പരിശുദ്ധാത്മ ശക്തിയുടെ അത്യന്ത വ്യാപാരത്താൽ മരിച്ചവരുടെ ഇടയിൽ നിന്ന് അവൻ ഉയർത്തെഴുന്നേറ്റു. ഹല്ലേലൂയ. അപ്പോൾ വീണ്ടെടുപ്പിൻ്റെ പദ്ധതിയിൽ പരിശുദ്ധ തൃത്വത്തിൻ്റെ ഒരു ഏകോപനം നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. ഇനി ശ്രദ്ധിച്ച് മറ്റൊരു ചിന്ത കൂടെ തരാം. ഈ പരിശുദ്ധ തൃത്വത്തിൻ്റെ ഒരുമിച്ചുള്ള അനുഗ്രഹീതമായ പ്രത്യക്ഷത, പരിശുദ്ധ തൃത്വത്തിൻ്റെ അനുഗ്രഹീതമായ പ്രകാശനമറിയാൻ മറ്റൊരു പ്രയോഗം കൂടെ തരാം. ഇത് ഞാൻ 3 വാക്യമാണ് തന്നത്. ഏതാ 3 വാക്യം തന്നത്? യോഹന്നാൻ 3:16, പിന്നെ എഫെസ്യർ 5:2 അടുത്തത് എഫെസ്യ ലേഖനം 1:20 ഓക്കെ, ഈ 3 വാക്യങ്ങൾ കൊണ്ട് പരിശുദ്ധ തൃത്വത്തിൻ്റെ ഒരു ഏകോപനം നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. ഓക്കെ, ഇനി വേറൊരു വാക്യം, ഒറ്റ വാക്യത്തിൽ 3 ആളത്വ മഹിമകളും കൂടെ ഒരുമിച്ച് നിൽക്കുന്നത് കാണിച്ചു തരാം. അത് അപ്പോസ്തലപ്രവൃത്തി 20:28 അപ്പോസ്തലപ്രവൃത്തി 20:28 താൻ സ്വന്തം രക്തത്താൽ സമ്പാദിച്ച സഭ. അപ്പൊ സഭ സ്വന്തം രക്തത്താൽ, ആരാ രക്തം കൊടുത്തത്? യേശുവാണ് രക്തം ചിന്തിയത്. അങ്ങനെ യേശു രക്തം ചിന്തി സമ്പാദിച്ച സഭ അറിയപ്പെടുന്നത് ദൈവസഭ എന്നാണ്. ആ ദൈവം പിതാവാം ദൈവമാണ്. അപ്പൊ പിതാവാം ദൈവത്തിൻ്റെ ഉടമസ്ഥതയിലുള്ള സഭ രൂപീകരിക്കപ്പെടേണ്ടതിന് യേശു രക്തം ചിന്തി. ഇനി അതേ 28 തന്നെ നോക്കൂ, സഭയിൽ പരിശുദ്ധാത്മാവ് അധ്യക്ഷരാക്കി വെച്ചു. അപ്പൊ അധ്യക്ഷ നിയമനം ആരാ നടത്തുന്നത്? പരിശുദ്ധാത്മാവാണ്. പിതാവിൻ്റെ ഉടമസ്ഥതയിലുള്ള സഭ രൂപീകരിക്കപ്പെട്ടത് യേശുവിൻ്റെ രക്തത്താലാണ്. പരിശുദ്ധാത്മാവ് അതിനകത്ത് അധ്യക്ഷ നിയമനം നടത്തുന്നു. കണ്ടോ, പരിശുദ്ധ തൃത്വത്തിൻ്റെ ദ ഹോളി ട്രിനിറ്റിയുടെ ഒരുമിച്ചുള്ള ഈ സംയോജനം കണ്ടില്ലേ? ഇങ്ങനെ ഒത്തിരി വാക്യങ്ങൾ പറയാനുണ്ട്. ഞാനിത് പറഞ്ഞത് എന്തിനാന്ന് ചോദിച്ചാൽ, പരിശുദ്ധ തൃത്വവിലാസം, തൃത്വപ്രത്യക്ഷത, തൃത്വപ്രകാശനം, അതൊരിക്കലും മറക്കരുത്. നമ്മുടെ അടിസ്ഥാന വേദോപദേശങ്ങളുടെ കാതലായൊരു ചിന്തയാണത് എന്ന കാര്യം വിസ്മരിക്കരുത്. ഇനി നമ്മുടെ വിശ്വാസത്തെ നോക്കിക്കേ. നമ്മൾ വിശ്വസിക്കുന്നു. ആരിൽ? ദൈവത്തിൽ വിശ്വസിക്കുന്നു, കർത്താവിൽ വിശ്വസിക്കുന്നു എന്നൊക്കെ പറയുമ്പോഴും അതിനകത്തൊരു പരിശുദ്ധ തൃത്വ ബോധനം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഞാൻ 3 വാക്യങ്ങൾ തരാം നമ്മുടെ വിശ്വാസവുമായി ബന്ധപ്പെട്ട്. നമ്മുടെ ഹൃദയം കലങ്ങിപ്പോകാതെ, മനസ്സ് പതറാതെ, പാദമിടറാതെ, സമരമുഖങ്ങളിൽ തളർന്നു പോകാതെ കരുത്തോടെ നിൽക്കാൻ നാം ദൈവത്തിൽ വിശ്വസിക്കണം. ആരിൽ വിശ്വസിക്കണം? ദൈവത്തിൽ വിശ്വസിക്കണമെന്ന് പറയുമ്പോൾ ഈ 3 ആളത്വ മഹിമകളിലും വിശ്വസിക്കണമെന്ന് അതിൻ്റെ അർത്ഥം. അപ്പോൾ തന്നെ പിതാവിൽ. വാക്യം ശ്രദ്ധിക്കണേ, യോഹന്നാൻ 14:1. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ആരിൽ വിശ്വസിക്കണം? ദൈവത്തിൽ വിശ്വസിക്കണം. അപ്പോൾ പിതാവാം ദൈവത്തിൽ വിശ്വസിക്കുന്നവൻ്റെ ഹൃദയം കലങ്ങത്തില്ല. എത്ര പേർക്ക് സ്തോത്രം ചെയ്യാൻ പറ്റും? നമ്മൾ പലപ്പോഴും സ്തോത്രം ചെയ്യുമ്പോഴും ഉള്ളിൽ നെരിപ്പോടെടുത്ത് വെച്ചോണ്ടായി സ്തോത്രം പറയുന്നതും അന്യഭാഷ പറയുന്നത്. പുകയുകയായിരുന്നു വല്ലാതെ. ചിരിക്കുകയാണോ അതോ വേറെ ഏതാണ്ട് കോക്കറി കാണിക്കുകയാണെന്ന് അറിയാൻ വയ്യാത്ത പരുവത്തിൽ അകത്തിൻ്റെ നൊമ്പരം ഇങ്ങനെ ചിരിയിൽ ലാഞ്ചനയായി വെളിപ്പെട്ട് വരാറുണ്ട്. വല്ലാത്ത വേദനയും നൊമ്പരവും ഒക്കെ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലുണ്ട്. പക്ഷേ പിതാവാം ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരുവൻ കലങ്ങാത്ത ഹൃദയത്തിനുടമയായിരിക്കും. പർവ്വതങ്ങൾ കുലുങ്ങി സമുദ്രമധ്യേ വീണ് അതിൻ്റെ കോപം കൊണ്ട് അതെല്ലാം കൂടെ ഇരച്ച് കലങ്ങിയാലും ഞാൻ ഭയപ്പെടുകയില്ല. കൂരിരുൾ താഴ്വരയിൽ കൂടെ നടന്നാലും ഞാൻ ഭയപ്പെടുകയില്ല, കാരണം നീ എന്നോടുകൂടെ ഇരിക്കുന്നുവല്ലോ. അങ്ങനൊരു ആത്മവിശ്വാസമുള്ളവൻ ഹൃദയത്തിൽ എന്തോ ഉണ്ടാകത്തില്ല? കലക്കമുണ്ട്. അപ്പൊ ഹൃദയം കലങ്ങാതിരിക്കാൻ ആരിൽ വിശ്വസിക്കണം? ഈ പ്രപഞ്ചത്തെ നിയന്ത്രിച്ച് നിയോഗിച്ച് പരിപാലിച്ച് പരിരക്ഷിക്കുന്ന സാക്ഷാൽ
സത്യദൈവത്തിൽ വിശ്വസിക്കണം. ഇനി അടുത്ത ചിന്ത കേട്ടോണം. നിത്യജീവൻ പ്രാപിക്കാൻ ആരിൽ വിശ്വസിക്കണം? യോഹന്നാൻ 3:36 നോക്കിക്കേ. യോഹന്നാന്റെ സുവിശേഷം 3:36 പറയുന്ന വ്യക്തമായൊരു ഉപദേശം, പുത്രനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. അപ്പൊ പിതാവിൽ വിശ്വസിക്കുന്നവന്റെ ഹൃദയം എന്തോ ചെയ്യത്തില്ല, കലങ്ങിപ്പോകത്തില്ല. പുത്രനിൽ വിശ്വസിക്കുന്നവൻ എന്തോ കിട്ടും? നിത്യജീവൻ കിട്ടും എന്ന് യോഹന്നാൻ 3:36 വാക്യം. അപ്പോസ്തലപ്രവൃത്തി 10:43 വാക്യം, പുത്രനിൽ വിശ്വസിക്കുന്നവന് പാപമോചനമുണ്ട്. അപ്പൊ പാപമോചനം വേണമെങ്കിൽ ആരിൽ വിശ്വസിക്കണം? യേശുവിൽ വിശ്വസിച്ചേ പറ്റുള്ളൂ. നീതീകരണം വേണോ? ആരിൽ വിശ്വസിക്കണം? റോമർ 5:1, യേശുവിൽ വിശ്വസിച്ചേ പറ്റുള്ളൂ. ദൈവമക്കളാകുക എന്ന പുത്രത്വം പ്രാപിക്കണോ? ആരിൽ വിശ്വസിക്കണം? യേശുവിൽ വിശ്വസിക്കണം. ഗലാത്യർ 3:26 വാക്യം. അങ്ങനെ വാക്യങ്ങൾ ഇഷ്ടം പോലെ പറയാനുണ്ട്. യേശുവിൽ വിശ്വസിക്കുമ്പോൾ ലഭിക്കപ്പെടുന്ന ആനുകൂല്യങ്ങൾ, സ്വർഗത്തിലെ സകലവിധമായിരിക്കുന്ന ആനുകൂല്യങ്ങൾക്ക് നമ്മൾ ഗുണഭോക്താക്കളാകണമെങ്കിൽ ആരിൽ വിശ്വസിക്കണം? യേശുവിൽ വിശ്വസിച്ചേ പറ്റൂ. അത് പുത്രനിൽ വിശ്വസിക്കണം. ഇനി പരിശുദ്ധാത്മാവിൽ വിശ്വസിക്കണം എന്നൊരു വാക്യം കണ്ടിട്ടുണ്ടോ ഇതുവരെയുള്ള ക്രിസ്തീയ ജീവിതത്തിൽ? പിതാവിൽ വിശ്വസിക്കുന്നവന്റെ ഹൃദയം കലങ്ങിപ്പോകത്തില്ല. യേശുവിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്, നീതീകരണമുണ്ട്, പാപമോചനമുണ്ട്, പുത്രത്വമുണ്ട്. യേശുവിൽ വിശ്വസിക്കുന്നവന് മരിച്ചാലും ജീവിക്കും. അങ്ങനെ ഒത്തിരി ഗുണങ്ങളുണ്ട്, ആനുകൂല്യങ്ങളുണ്ട്. പരിശുദ്ധാത്മാവിൽ വിശ്വസിക്കണം എന്നൊരു വാക്യം പറയാമോ? പരിശുദ്ധാത്മ ശക്തിയിൽ വിശ്വസിക്കണമെന്ന് ആധികാരികമായി പറയുന്നൊരു വാക്യം കൊലോസ്യ ലേഖനം 2:12 വാക്യം. ഒത്തിരി വാക്യങ്ങളുണ്ട്. അതിൽ കൊലോസ്യ ലേഖനം 2:12 മറക്കരുത്. സ്നാനത്താൽ നിങ്ങൾ അവനോടുകൂടെ ഉയർത്തെഴുന്നേറ്റു എന്ന് പറഞ്ഞിട്ട് മരിച്ചവരുടെ ഇടയിൽ നമ്മെ ഉയർപ്പിച്ചത്, ഉയർപ്പിക്കുന്ന വ്യാപാര ശക്തി. 2:12 മറക്കരുത്. കൊലോസ്യർ 2:12. ഈ വാക്യങ്ങളുടെ കണക്ഷൻ ഓർത്തിരിക്കണം. ദൈവത്തിൻ്റെ അത്യന്ത ശക്തിയുടെ വ്യാപാരത്തിലുള്ള വിശ്വാസം, അത് പരിശുദ്ധാത്മാവിലുള്ള വിശ്വാസമാണ്. അത് മരണാനന്തര ഉയർപ്പ് മാത്രമല്ല. ഇന്ന് രാത്രി തുടക്കത്തിൽ ഞാൻ ദൂത് പറയാം. മരണാനന്തര ഉയർപ്പ് മാത്രമല്ല, ഇന്ന് ജീവനോട് ഈ പാർത്തലത്തിലിരിക്കുമ്പോൾ നമ്മൾ അകപ്പെട്ടു പോയ ചില പ്രതിസന്ധികളിൽ നിന്നൊരു ഉയർപ്പ് തരാൻ കഴിയുന്നൊരു ശക്തിയാണ് പരിശുദ്ധാത്മാവിൻ്റെ ശക്തി. എത്ര പേര് വിശ്വസിക്കുന്നുണ്ടത്? ഹല്ലേലൂയ. നമ്മളായിരിക്കുന്ന ചില ഉരക്കുടുക്കുകൾ ഉണ്ടാകാം. ശത്രു നമ്മളെ മീതെ അതീശത്വം സ്ഥാപിച്ചുകൊണ്ട് ഇനി നീ പൊങ്ങത്തില്ല, ഇനി നീ എഴുന്നേൽക്കത്തില്ല, ഇനി നീ പ്രസംഗിക്കത്തില്ല, ഇനി നീ ശുശ്രൂഷിക്കത്തില്ല, ഇനി നീ അധിക ദൂരം പോകത്തില്ല, കുരുക്കി നിന്നെ ഒരു ദുർവ്യാധി പിടിച്ചു കിടപ്പിലായി പോയി എന്നൊക്കെ ശത്രു കാതോട് കാതോരം പറയുമ്പോൾ ആ അവസ്ഥയിൽ നമുക്കൊരു ഉയർപ്പ് തരാൻ കഴിയുന്നൊരു ശക്തിയാണ് പരിശുദ്ധാത്മാവ്. അത് വിശ്വസിക്കുന്നവർ കർത്താവിനെ ഒന്ന് സ്തുതിച്ചാട്ടെ. ദുർമന്ത്രവാദ ശക്തികൾ, തച്ചിന് കുത്തിയിരുന്ന് ചെയ്ത ചെയ്ത്തു ദോഷങ്ങൾ, വിളിച്ചു ചൊല്ലലുകൾ, നേർച്ച കാഴ്ചകൾ, ചില കുടിയിരുപ്പുകൾ, ഇതൊക്കെ ഉണ്ടെന്ന് വന്നേക്കാം. മുൻപോട്ട് വിടാതിരിക്കാൻ വാദിക്കുന്ന ചില പോരുകൾ. പക്ഷേ അതിനകത്തു നിന്ന് നമ്മെ ഉയർപ്പിക്കുന്നൊരു ശക്തിയാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്. പെന്തക്കോസ്ത് ജനത തിരിച്ചറിയണം. പാട്ടിൻ്റെ താളമുയരുമ്പോൾ അന്യഭാഷ പറയാൻ മാത്രമല്ല ഈ ശക്തി. ഉയർന്നു നിൽക്കുന്ന ചില കോട്ടകൊത്തളങ്ങളെ തകർക്കാനും വേണ്ടിയാണ്. നമ്മുടെ നേരെ ഉയരുന്ന ചില വെല്ലുവിളികളെ ഇല്ലാതാക്കാനും കൂടെയാണ് ഈ ശക്തിയെ നമുക്ക് നൽകി തന്നിരിക്കുന്നത്. പാട്ടിൻ്റെ താളം അനുസരിച്ച് മാത്രമല്ല, ജീവിതത്തിൻ്റെ വിശുദ്ധിയുടെ താളം അനുസരിച്ചാണ് ഇതകത്ത് വ്യാപരിക്കുന്നത്. ഹല്ലേലൂയ. നാം അത് തിരിച്ചറിയണം. ഓക്കെ, അപ്പൊ ദൈവം എന്ന ആ പ്രയോഗം, അവനെന്ന നാമം എടുത്തു മാറ്റി പകരം ദൈവമെന്നാക്കുമ്പോൾ നമ്മൾ അറിയേണ്ടത് ഈ പരിശുദ്ധ തൃത്വത്തിലെ 3 ആളത്വ മഹിമകളും 3 ഔന്നത്യങ്ങളും നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്ന അതിപ്രധാനമായ ആഗ്രഹങ്ങളാണ്. 2 കാര്യങ്ങൾ. 1 രക്ഷ പ്രാപിക്കുക, 2 സത്യത്തിൻ്റെ പരിജ്ഞാനം. സത്യവചന ഘോഷണം എന്ന ഈ പ്രോഗ്രാമിൻ്റെ പേരെനിക്ക് നന്നായി ഇഷ്ടപ്പെട്ടു. ആരിൽ ആണ് ആ ഒരു നിയോഗമുണ്ടായത്? പാസ്റ്ററിലായിരിക്കാം, സംഘാടക സമിതിയിൽ മൊത്തമായിരിക്കാം, ആരിലായാലും അത് വളരെ ഉജ്ജ്വലമായിട്ടുണ്ട്. ബ്ലസ് കടമ്പനാടെന്നോ ബ്ലസ് കല്ലുകുഴിയെന്നോ ഒക്കെ ഇടാമായിരുന്നു. അങ്ങനാണല്ലോ ഇപ്പോഴത്തെ ഒരു ന്യൂ രീതി. അതല്ലേ ഒരു പുതിയ മോഡേൺ രീതി. അതല്ലേ ബ്ലസ് 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 ചേർത്ത് അങ്ങനെ ഇടുക. പക്ഷെ ഇത് തികച്ചും വ്യത്യസ്തമായിട്ടുണ്ട്. സത്യവചന ഘോഷണം നന്നായിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ വാക്യം നമ്മുടെ യോഗത്തിൻ്റെ പേരുമായി പൊരുത്തപ്പെടുത്തി പറഞ്ഞു പോകാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അപ്പം ദൈവമെന്ന വിചാരത്തെക്കുറിച്ച് ചിലത് നിങ്ങൾക്ക് ലഭിക്കപ്പെട്ടു. ഈ ദൈവം സർവശക്തന, സർവജ്ഞാനീയ, സർവവ്യാപിയ,
സർവാധികാരിയ നിത്യന മാറ്റമില്ലാത്തവന അത്യുന്നതന സൽഗുണ സമ്പൂർണന പരമകാരുണീകന മഹോന്നതന മഹത്വ സിംഹാസനസ്ഥന തുല്യം പറയാനില്ലാത്ത അതുല്യ പ്രഭാവമാണ്. അങ്ങനൊരു ദൈവം നമ്മുടെ ദൈവമായതിൽ സന്തോഷം എത്ര പേർക്കുണ്ട്? ഹല്ലേലൂയ. ഈ ദൈവം ആവാഹനമല്ല, ഈ ദൈവം സങ്കല്പമല്ല, ഈ ദൈവത്തെ ആരെങ്കിലും തച്ചിന് കുത്തിയിരുന്ന് ഉണ്ടാക്കിയതല്ല. ഈ ദൈവം കാലത്തിൻ്റെ അനുകൂലമോ പ്രതികൂലമായ സാഹചര്യത്തിൽ ഉണ്ടായി വന്നതുമല്ല. സ്വതന്ത്രം വാചകം മനസ്സിലായോ? ഉണ്ടാക്കപ്പെട്ട ദൈവമല്ല, ഉണ്ടായ ദൈവമല്ല, പിന്നെ ആരാ? ഉള്ളവനായ ദൈവമാണ്. ഉള്ളവൻ എന്ന പ്രയോഗത്തിൻ്റെ അർത്ഥമൊന്നു വേറെയാ. ഉണ്ടായവനെന്ന് പറഞ്ഞാലും ഉണ്ടാക്കപ്പെട്ടവനെന്ന് പറഞ്ഞാലും തുടക്കമാകും. തുടക്കമുള്ളതിനെല്ലാം ഒടുക്കമുണ്ടാകും. ആദിയുള്ളതിനെല്ലാം അവസാനമുണ്ടാകും. ജനനമുള്ളതിനെല്ലാം മരണമുണ്ടാകും. ജയന്തി ഉണ്ടോ സുഹൃത്തെ? സമാധി ഉറപ്പാണ്. പക്ഷെ ഇതിനെല്ലാം അതീതമായി വർത്തിക്കുന്ന നിത്യാസ്തിത്വമാണ് വേദപുസ്തകം വെളിപ്പെടുത്തുന്ന സത്യദൈവം. ഹല്ലേലൂയ. ആ ദൈവത്തിന്റെ ആഗ്രഹമാണ് താങ്കൾ രക്ഷ പ്രാപിക്കണമെന്നും ആ ദൈവത്തിന്റെ ആഗ്രഹമാണ് താങ്കൾ സത്യത്തിന്റെ പരിജ്ഞാനം പ്രാപിക്കണമെന്നുമുള്ളത്. ഹല്ലേലൂയ. ദേ ഇനി കേട്ടോണം, രണ്ട് ദൈവമാണ് ബൈബിൾ വെളിപ്പെടുത്തുന്നത്. അടിസ്ഥാനപരമായ ചിന്തകൾ കുഞ്ഞുങ്ങൾ ശ്രദ്ധിച്ചോണം. രണ്ട് ദൈവങ്ങളെ ബൈബിൾ വെളിപ്പെടുത്തുന്നുണ്ട്. രണ്ട് ദൈവങ്ങളും രണ്ട് ദൈവങ്ങളുടെ അസ്തിത്വങ്ങളും രണ്ട് ദൈവത്തിൻ്റെ കാര്യപരിപാടികളും ബൈബിൾ വ്യക്തമായി വെളിപ്പെടുത്തുന്നുണ്ട്. ഏതപ്പാ ഈ രണ്ട് ദൈവം? പഠിക്കണം. രണ്ട് ദൈവങ്ങൾ. ഒന്നാമത്തെ ദൈവമാണ് ഞാൻ ഇതുവരെ പറഞ്ഞ വാദോരാതെ പറഞ്ഞ സത്യദൈവം. അല്പം കൂടെ ഭംഗിയായി പറഞ്ഞാൽ ഏകസത്യദൈവം. അതാണ് വേദപുസ്തകം വെളിപ്പെടുത്തുന്ന ഒന്നാമത്തെ ദൈവം. സമ്മതിക്കാമോ? എത്ര വാക്യങ്ങളെന്നറിയാമോ? സത്യദൈവം 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 എന്ന് പറയുന്ന ആവർത്തനം 7:9 സത്യദൈവം എന്നാണ് പറയുക. യെരമ്യാവ് 10:10 സത്യദൈവം എന്നാണ് പറയുക. യോഹന്നാൻ 17:3 സത്യദൈവം എന്നാണ് പറയുക. 1 തെസ്സലോനിക്കർ 1:9 സത്യദൈവം എന്നാണ് പറയുക. 1 യോഹന്നാൻ 5:20 അവിടെയൊക്കെ സത്യദൈവമാണ്. ഈ പറഞ്ഞ വാക്യങ്ങളിലൊക്കെ ദൈവത്തിന് വിശേഷത കൊടുത്തിരിക്കുന്നു. എങ്ങനെയുള്ള ദൈവമാണ്? സത്യദൈവം. അങ്ങനെ സത്യദൈവം എന്ന് ഒത്തിരി വാക്യങ്ങൾ പറഞ്ഞിരിക്കുന്നതിൻ്റെ കാരണം മിഥ്യയായ വേറൊന്നും ഉണ്ടെന്നുള്ളത് കൊണ്ടല്ലേ, മിഥ്യയായത് ഉള്ളത് കൊണ്ടല്ലേ സത്യദൈവം എന്ന് പറയുക. അപ്പോൾ ഒന്നാമത്തെ ദൈവം സത്യദൈവമാണ്. ആ ദൈവമാണ് ഈ പ്രപഞ്ചം ഉണ്ടാക്കിയത്. തച്ചിന് കുത്തിയിരുന്ന് ഇടിച്ചു പൊടിച്ചു കുഴച്ച് പരുവമാക്കി അങ്ങനെ ഉണ്ടാക്കിയതല്ല. ഉണ്ടാകട്ടെ എന്നൊരു വാക്ക് പറഞ്ഞപ്പോൾ ഉളവായി വന്നതാണ് ഇതെല്ലാം. ഉളവായി വന്നതിനെല്ലാം അസ്തിത്വം കൊടുത്ത് അവയ്ക്ക് വേണ്ടതെല്ലാം പകർന്നു കൊടുത്ത് പരിപാലിക്കുന്ന, പരിരക്ഷിക്കുന്ന, പരിപോഷിപ്പിക്കുന്ന ഒരു ശക്തിയുടെ സവിശേഷത മനുഷ്യന്റെ മസ്തിഷ്കം കൊണ്ട് ഗ്രഹിക്കാൻ കഴിയുന്നതിലും അപ്പുറമായി വിരാജിക്കുന്ന ഒരാളത്വ മഹിമ. മനസ്സിലായില്ലേ? അതാണ് ഏകസത്യ ദൈവം എന്ന് പറയുന്നത്. അതാണ് ഒന്നാമത്തെ ദൈവം. ആ ദൈവത്തെ പരാമർശിച്ചുകൊണ്ടാണ് വിശുദ്ധ ബൈബിൾ ആരംഭിക്കുന്നത്. ആദിയിൽ ദൈവം. ആ ദൈവമാണ് ഏകസത്യ ദൈവം. അപ്പം രണ്ടാമത്തെ ദൈവമാരാ? അത് കേൾക്കാൻ നിങ്ങൾ കൂടുതൽ കൊതിയോടിരിക്കുന്നെന്ന് എനിക്കറിയാം. രണ്ടാമത്തെ ദൈവമാരാ? ഒന്നാമത്തേത് ഏകസത്യ ദൈവമാണെങ്കിൽ രണ്ടാമത്തെ ദൈവം 2 കൊരിന്ത്യർ ലേഖനം 4:4 വാക്യമാണ്. 2 കൊരിന്ത്യർ 4:4 അപ്പോസ്തലനായ പൗലോസിന്റെ ദൈവശാസ്ത്ര വീക്ഷണത്തിൽ താൻ വെളിപ്പെടുത്തുന്ന ഒരു ദൈവം. സുവിശേഷത്തിന്റെ പ്രകാശനം ശോഭിക്കാതിരിക്കേണ്ടതിന്, ബാക്കി പറ, ഈ ലോകത്തിന്റെ ദൈവം. കണ്ടോ? അവിശ്വാസികളുടെ മനസ്സിനെ കുരുടാക്കുന്ന ഒരു ദൈവം. അതാരാ? പുള്ളി സത്താൻ, ഇബ്ലീസ്. കണ്ടില്ലേ? പിശാച്. അധർമ്മത്തിൻ്റെ, അസത്യത്തിൻ്റെ, അന്യായത്തിൻ്റെ, അനീതിയുടെ, സമസ്ത ദുർഗുണങ്ങളുടെയും ദുശീലങ്ങളുടെയും, കൊള്ളയുടെ, കൊലപാതകത്തിൻ്റെ, അക്രമത്തിൻ്റെ, പെണ്ണിനെ പിഴപ്പിക്കുന്ന, ആണിനെ പിഴപ്പിക്കുന്ന, കൈയിട്ടുപാരുന്ന, അവരൻ്റെ നെഞ്ചകത്തിൽ ചവിട്ടി നിന്ന് ആക്രോശിക്കുന്ന, രക്തച്ചൊരിച്ചിലിൻ്റെ പിന്നിലെ സംവിധാനത്തിൻ്റെ ആ അധമവികാരം, അതാണ് ഈ ലോകത്തിൻ്റെ ദൈവം, പിശാച്. സ്നേഹം അറിയില്ലവന്, അറിയാം പക്ഷേ ചെയ്യില്ല. സ്നേഹമോ ത്യാഗമോ ഒന്നുമില്ലാതെ ധാർഷ്ട്യം, ധിക്കാരം, താൻപോരിമ, അഹങ്കാരം ഒക്കെ മനുഷ്യനിലേക്ക് വ്യാപരിപ്പിച്ചവനെ തമ്മിലടിപ്പിക്കുന്ന ഒരു അശുദ്ധ തത്വത്തെയാണ് എന്ന് പറയുന്നത് ഈ ലോകത്തിൻ്റെ ദൈവം. സ്നേഹിക്കാൻ പറ്റുന്നുണ്ടോ? ജാതി, മത, വർണ്ണ, വർഗ, കുല, കുടുംബ വ്യത്യാസമില്ലാതെ സഹിക്കാൻ പറ്റുന്നുണ്ടോ? ക്ഷമിക്കാൻ പറ്റുന്നുണ്ടോ? വഹിക്കാൻ പറ്റുന്നുണ്ടോ? അതെല്ലാം സത്യദൈവത്തിൻ്റെ സ്വഭാവമാണ്. വെറുപ്പ്, വിദ്വേഷം, ധാർഷ്ട്യം, ധിക്കാരം, താൻപോരിമ അതാണോ കൈമുതലായിട്ടുള്ളത്? എങ്കിൽ താങ്കളെ നടത്തുന്നത് ഈ ലോകത്തിൻ്റെ ദൈവമായി പിശാചാണ്. മറ്റുള്ളവനെ അപഹസിക്കുക, ആക്ഷേപിക്കുക, അവനെ ഇല്ലാതെയാക്കുക, അവനെ നൊമ്പരപ്പെടുത്തുക, അതിനുള്ള ഒരു ചേതോവികാരമാണ് ഉള്ളിൽ എങ്കിൽ ഓർത്തോണം, അത് ഈ ലോകത്തിൻ്റെ ദൈവമാണ്. രാവിലെ മുതൽ അധ്വാനിച്ച് കിട്ടുന്നതായിരിക്കുന്ന അധ്വാനത്തിൻ്റെ വിഹിതമായ പണം, അത്
കൊടുത്ത് മദ്യത്തിനും അല്ലെങ്കിൽ പുകവലിക്കും മറ്റുതര ലഹരി പദാർത്ഥങ്ങൾക്കുമൊക്കെ വിട്ടുകൊടുത്തുകൊണ്ട് വ്യക്തിത്വത്തെ ഇല്ലാതെയാക്കുന്ന അന്തസ്സും അഭിമാനവും ആഭിജാത്യവും പണയപ്പെടുത്തി കളയത്തക്ക നിലയിലേക്ക് നമ്മുടെ വിചാര വിക്ഷോഭങ്ങളെ നിയന്ത്രിക്കുന്ന ഒരു അധമശക്തി, അത് ഈ ലോകത്തിൻ്റെ ദൈവമാണ്. ശരീരം ദൈവത്തിൻ്റെ മന്ദിരമാണെന്ന വീണ്ടും വിചാരത്തെ മറന്നിട്ട് ഇഷ്ടമുള്ളതുപോലെ നിയമവിരുദ്ധ ലൈംഗികത, ഭോഗാലസ്യ ജീവിതം, അവിശ്വസ്തതയുടെ ജീവിതം, ജീവിത പങ്കാളിയോട് വിശ്വസ്തത പുലർത്താതെ, ജനിപ്പിച്ച തലമുറയോട് ഉത്തരവാദിത്വ ബോധമില്ലാതെ, നമ്മളെ പാലൂട്ടി വളർത്തി അമ്മയോടും അപ്പനോടും ഒരു ഉത്തരവാദിത്വമോ ബഹുമാനമോ ഇല്ലാതെ ആയിപ്പോകുന്ന ആ കുടിലതയുടെ, നരാധമത്വത്തിൻ്റെ, പൈശാചികതയുടെ, പ്രാകൃതത്വത്തിൻ്റെ സ്വഭാവത്തിൻ്റെ പിന്നിൽ വർത്തിക്കുന്നത് ഈ ലോകത്തിൻ്റെ ദൈവമാണ്. വെട്ടി പരിക്കേൽപ്പിക്കുക, കൊന്നു കുഴിച്ചു മൂടുക, ഇങ്ങനെയൊക്കെയുള്ള കാപാലികതയുടെ പിന്നിൽ വർദ്ധിക്കുന്ന ആ ശക്തിയാണ് ഈ ലോകത്തിൻ്റെ ദൈവം. അപ്പം അങ്ങനെ ഒരു ദൈവം ഉള്ളത് കൊണ്ടാണ് നാം സേവിക്കുന്ന ദൈവത്തിന് സത്യദൈവമെന്ന് പേരിട്ടിരിക്കുന്നത്. ഹല്ലേലൂയ. സത്യദൈവത്തെ സേവിക്കുന്നവൻ സത്യത്തിൻ്റെ പക്ഷത്താണെന്ന്, സത്യദൈവത്തെ സേവിക്കുന്നവൻ സത്യമായ ജീവിതമാണ് നയിക്കുക. സത്യദൈവത്തെ സേവിക്കേണ്ടതിന് സത്യവചന പ്രഘോഷണം നമ്മൾ നടത്തുന്നത്. ഈ ലോകത്തിൻ്റെ ദൈവത്തിൽ നിന്ന് ചുവടുമാറ്റി സത്യദൈവത്തെങ്കിലേക്ക് വരണം. ആ ഭാഗ്യം കിട്ടിയവരെല്ലാവരും ആ കരം ഉയർത്തി കർത്താവിനെ സ്തുതിച്ചാട്ടെ. അപ്പോൾ ഈ സത്യദൈവമാണ് നമ്മളെക്കുറിച്ച് രണ്ട് കാര്യം ആഗ്രഹിക്കുക. എന്താ രണ്ട് കാര്യം? രക്ഷയുടെ പ്രാപണം, രണ്ടാമത്തേത് സത്യത്തിൻ്റെ പരിജ്ഞാനം. പ്രൈസ് ദി ലോർഡ്. പക്ഷേ ഇതിനിടയ്ക്ക് ഒരു പദം പ്രയോഗമുണ്ട്, അത് വിട്ടുകളഞ്ഞിട്ട് പോകാൻ പറ്റില്ല. ഇതിനിടയ്ക്കുള്ളൊരു പ്രയോഗമാണ് ദൈവം സകല മനുഷ്യരും. കണ്ടോ, ആ പ്രയോഗത്തിന് അടിവര കൊടുക്കണം. സകല മനുഷ്യരും, ലോകത്തിലെ സകല മനുഷ്യരും എന്തോ പ്രാപിക്കണം? രക്ഷ പ്രാപിക്കണം. ആ സകല മനുഷ്യരെക്കുറിച്ച് ഞാനൊന്ന് വിവരിച്ചോട്ടെ ഇനിയുള്ള നേരത്ത്. ബാക്കി വരുന്നത് നാളെ ഞാൻ പൂരിപ്പിച്ചു കൊള്ളാം. പ്രൈസ് ദി ലോർഡ്. ഓക്കെ, 2 ദിവസം നാളെയും കൂടെ എന്നെ സഹിക്കുമല്ലോ അല്ലേ? അങ്ങനെയാണെങ്കിൽ ഈ വാക്യത്തിന് ബാക്കി വരുന്ന ഭാഗത്തെ നാളെ ഞാൻ പൂരിപ്പിച്ചു കൊള്ളാം. സ്തോത്രം. അപ്പം സകല മനുഷ്യരുമെന്ന ആ പ്രയോഗത്തെ നമുക്കൊന്ന് വിശദീകരിക്കാം. എന്തിനാണെന്നറിയാമോ? ഞാനിനി പറയാൻ പോകുന്ന 1, 2, 3, 4, 5, 6 കൂട്ടം മനുഷ്യരുണ്ട്. ആ മനുഷ്യരുടെ കൂട്ടത്തിലെങ്ങാനും നമ്മൾ പെട്ടുപോയോ എന്നൊരു അന്വേഷണമാണ്. അല്ലാതെ അടുത്തിരിക്കുന്ന പുള്ളി ഇതേ ആ ടൈപ്പാണെന്ന് പറയാൻ വേണ്ടിയല്ല. അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും നോക്കരുത്. ഇനി എന്നെ തന്നെ നോക്കിയിരിക്കണം. ഓരോ മനുഷ്യരെക്കുറിച്ച് ഞാൻ പറയുമ്പോൾ നിങ്ങൾ അടുത്തിരിക്കുന്നവരെ നോക്കിയാൽ അവരോട് നിങ്ങൾ പറയുക, അതെ നിങ്ങളെക്കുറിച്ച് പറയുന്നത്, അങ്ങനെ അവർ സംജയിച്ചു പോകും. അതൊരു വിഷയമായി മാറും. നമുക്കാകെയുള്ള ആത്മീയ ഐക്യം നഷ്ടപ്പെടും. അത് വരാതിരിക്കാൻ എന്നെ തന്നെ നോക്കിക്കൊണ്ടിരിക്കണം. ഈ പറയപ്പെട്ട ഏതെങ്കിലും ഗ്രൂപ്പിൽ നമ്മുടെ പേര്, നമ്മുടെ കാല്, നമ്മുടെ മനസ്സ്, നമ്മുടെ മനസ്സാക്ഷി, നമ്മുടെ സംസ്കാരം കുരുങ്ങിപ്പോയോ എന്നൊന്നറിയാൻ വേണ്ടിയാണ്. അപ്പോൾ തന്നെ നാട്ടിൽ എന്നെ ശ്രദ്ധിക്കുന്ന മാന്യപ്രിയപ്പെട്ടവർ, താങ്കളുടെ പാർട്ടി, താങ്കളുടെ ചിഹ്നം, അടുത്ത സമ്മതിദാനാവകാശം ആഞ്ഞുകുത്തുന്നത് ഏത് ചിഹ്നത്തിലുമായിക്കൊള്ളട്ടെ, താങ്കളുടെ ജാതി എത്ര ഔന്നത്യമുള്ളതോ അല്ലെങ്കിൽ അങ്ങ് താഴെക്കിടയിലുള്ളതോ ആയിക്കോട്ടെ, അതൊന്നും വിഷയമല്ല. അടിമയോ ഉടമയോ മുതലാളിയോ തൊഴിലാളിയോ അതൊന്നും ഈ ആശയങ്ങൾ കേൾക്കുന്നതിന് തടസ്സമല്ല. ശ്രദ്ധിച്ച് കേട്ടോണം. വിവിധ തരം മനുഷ്യരെ വേദപുസ്തകം വെളിപ്പെടുത്തുന്നുണ്ട്. ആദ്യം ഞാൻ പറയുന്ന 1, 2, 3, 4 കൂട്ടം മനുഷ്യ കൂട്ടത്തിൽ നിങ്ങൾ ഉൾപ്പെടരുത്. ഏറ്റവും ഒടുവിൽ പറയുന്ന 1, 2, 3 കൂട്ടത്തിലേക്ക് നിങ്ങൾ വന്നേ പറ്റൂ. അതിനാ ഞങ്ങളിവിടെ സത്യവചനം പാടുന്നതും പറയുന്നതും. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ ആ സകല മനുഷ്യരുമെന്ന പ്രയോഗത്തിൻ്റെ ആഴങ്ങൾ 1, 2, 3, 4, 5 എന്ന് തുടങ്ങാം. പഠിച്ചു തുടങ്ങാം. സന്തോഷമാണോ? അല്ല, ഇങ്ങനെയൊക്കെ കേൾക്കുന്ന സന്തോഷമാണോ? പുതിയ നിയമത്തിൻ്റെ ചിന്തകളെ കേൾക്കുന്ന സന്തോഷമാണോ അല്ലയോ എന്ന്? ആണേ. പ്രൈസ് ദി ലോർഡ്. അതോ ഗോലിയാത്തിനെ വിടണോ സത്യവചന ഘോഷണത്തിലൊരു ഉത്സാഹം ഉണ്ടാകാൻ? ഏലിയാവിൻ്റെ കയ്യിൽ വാളും കൊടുത്ത് വിടണോ? കർമ്മേൽ മുതൽ ഇങ്ങ് കീശോൻ തോട് വരെ ഓടിച്ചിട്ട് വെട്ടാനൊക്കെ വേണ്ട. സ്തോത്രം. അടൂരുകാർ അല്പം കൂടെ, കടമ്പനാടുകാരൊക്കെ, കർമ്മേലുകാരൽപ്പം കൂടെ പ്രബുദ്ധ മനസ്സുള്ളവരാ. നിങ്ങളെ നടത്തുന്ന കർത്തൃദാസൻ, വചനത്തിൻ്റെ ആധികാരികതയിലൂടെ നടത്തുന്നവരാ നിങ്ങളുടെ പാസ്റ്റേഴ്സ് എല്ലാം. അതുകൊണ്ട് തന്നെ പുതിയ നിയമ വിചാരങ്ങൾ ചിലത് പഴയ നിയമത്തിൽ നിന്നും കൂടെ അടർത്തിയെടുത്തു തരാം. പലതരം മനുഷ്യരുണ്ട് വേദപുസ്തകത്തിൽ. നമ്മൾ ആരും ആദ്യം പറയുന്ന കൂട്ടത്തിൽ പെട്ടുപോകരുത്. പക്ഷെ അവരെ അറിയേണ്ടതായിട്ടുണ്ട്. ശബ്ദപരിധിക്കുള്ളിൽ കേൾക്കുന്ന ആരെങ്കിലും അതിൽ കുരുങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രി ചുവടുമാറ്റം നടത്തണം. ആ ആത്മഭാരത്തോടെ പറയുക, ഒന്നാമത്തെ മനുഷ്യൻ മൃഗസമാനനാണ്. മൃഗസമാനൻ, മൃഗത്തെ പോലെ ജീവിക്കുന്നവൻ. എവിടെ വാക്യം? 49-ാം സങ്കീർത്തനം 20-ാമത് വാക്യമാണ്. 49, 20. മാനത്തോടിരിക്കുന്ന മനുഷ്യൻ വിവേകഹീനനായാൽ ആർക്ക് തുല്യൻ? നശിച്ചു പോകുന്ന മൃഗങ്ങൾക്ക് തുല്യൻ. അതുകൊണ്ട് അവന് പേര് കൊടുത്തിരിക്കുന്നു എന്തൊന്നാണ്?
മൃഗസമാനനായ മനുഷ്യൻ, മൃഗത്തെ പോലെ ജീവിക്കുന്നവൻ, അതാ മൃഗസമാനൻ. കുഞ്ഞുങ്ങളൊക്കെ ശ്രദ്ധിച്ചോണം. ദൈവം വേണ്ട, ദേവൻ വേണ്ട, പള്ളി വേണ്ട, പാതിരി വേണ്ട, പട്ടം വേണ്ട, പാസ്റ്റർ വേണ്ട, പ്രാർത്ഥന വേണ്ട, ഉപവാസം വേണ്ട, കൺവെൻഷൻ വേണ്ട, ഇതൊന്നും വേണ്ട. പുല്ലോ പഴത്തൊലിയോ കാടിയോ എന്തെങ്കിലുമൊക്കെ കിട്ടിയാൽ മതി. കഴിച്ച് കുടിച്ച് ഭോഗിച്ച് എങ്ങനെങ്കിലുമൊക്കെ കഴിയുക. ഉറക്കം വരുമ്പോൾ എവിടെയെങ്കിലും കിടക്കും. അത് ചാണകത്തിൻ്റെ പുറത്താണേലും. പോത്ത് എരുമയും കാളയൊക്കെ കിടക്കുന്ന കണ്ടിട്ടുണ്ടോ? സപ്രമഞ്ച കട്ടിലൊന്നും അല്ലല്ലോ. അതെവിടെങ്കിലുമൊക്കെ കിടന്നുറങ്ങും. ഈ മഴയത്ത് നനഞ്ഞുകൊണ്ട് പുല്ല് തിന്നുന്ന ഒത്തിരി എണ്ണത്തെ റോഡിലൊക്കെ നമുക്ക് കാണാൻ കഴിയും. നായ്ക്കൾ ഇഷ്ടം പോലെ അതുമിതും. രാത്രി അഴിച്ചു വിട്ടാലും കൊത്തിപ്പെറുക്കി നടക്കുന്ന കോഴികളെ കണ്ടിട്ടുണ്ടോ? തിന്നണം തിന്നണം തിന്നണമെന്നല്ലാതെ വേറെ ദൈവവിചാരമൊന്നുമില്ല. പള്ളി പോകണം, നിസ്കരിക്കണം, കുർബാന കൂടണം, പ്രാർത്ഥിക്കണം, ക്ഷേത്ര ദർശനം, നോ, അങ്ങനെയുള്ള ഇടപാടുകൾ ഒന്നുമില്ലാതെ ജീവിക്കുന്നതാണ് മൃഗങ്ങൾ എന്ന് പറയുന്നത്. മരണാനന്തര പ്രത്യാശയെക്കുറിച്ച് ഒരു ബോധവുമില്ല. തല്ലിക്കൊന്ന് കുഴിച്ചു മൂടും ആരെങ്കിലും എന്നെങ്കിലും, അതുവരെ തിന്ന് ജീവിക്കണമെന്നല്ലാതെ വേറെ ഒരു വിചാരവുമില്ല. ഇതേപോലെ ജീവിക്കുന്ന കുറേ ആളുകളുണ്ട്. ദൈവം വേണ്ടവർക്ക് പ്രാർത്ഥന വേണ്ട, കാശുണ്ടാക്കണം, ആ കാശ് എങ്ങനെങ്കിലുമൊക്കെ അടിച്ച് പൊളിച്ച് കളയണം. അവരുടെ ജീവിതത്തിൻ്റെ ആകെയുള്ളൊരു വിചാരം മരിക്കുന്നത് വരെ ജീവിതം എന്തോ ചെയ്യണം, ആഘോഷിക്കണം. ഈ ടൈപ്പ് ആളുകളെ വേദപുസ്തകം എന്തോ വിളിക്കുന്നു? മൃഗസമാനരായ ആളുകൾ. പ്രൈസ് ദി ലോർഡ്. മനുഷ്യൻ അങ്ങനെ ജീവിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. അവൻ്റെ പ്രാണൻ്റെ വില അവൻ അറിയണം. അവൻ്റെ പ്രാണന് വേണ്ടി പേ ചെയ്തതായിരിക്കുന്ന മറ്റൊരുവനുണ്ട്. അത് വേറെ ആരുമല്ല, നസ്രയനായ ക്രിസ്തു യേശുവാണ്. കറുത്തവനെന്നോ വെളുത്തവനെന്നോ അമേരിക്കക്കാരനെന്നോ ആഫ്രിക്കക്കാരനെന്നോ ഇന്ത്യക്കാരനെന്നോ ഇന്തോനേഷ്യക്കാരനെന്നോ വടക്കനെന്നോ തെക്കനെന്നോ കിഴക്കനെന്നോ പടിഞ്ഞാറനെന്നോ നോക്കാതെ, തമിഴനെന്നോ കന്നഡക്കാരനെന്നോ മലയാളിയെന്നോ നോക്കാതെ എല്ലാവർക്കും വേണ്ടി തന്നെത്താൻ ബലിതർപ്പണം, ദേഹം കൊണ്ട് യാഗം നടത്തി രക്താർപ്പണത്തിലൂടെ, ജഡധാരണമെടുത്ത് രക്താർപ്പണത്തിലൂടെ മോക്ഷത്തിൻ്റെ വഴിയൊരുക്കിയ ഒരുവനുണ്ടെന്ന വിചാരമില്ലാതെ ജീവിക്കുന്ന മുഴുവൻ ആളുകളും മൃഗസമാന ജീവിതം നയിക്കുന്നവരാ. അവരെ സത്യവചനം കേട്ട് മടങ്ങി വന്നേ പറ്റൂ. ആത്മഭാരമുള്ളവർ കരമുയർത്തി കർത്താവിനെ സ്തുതിച്ചാട്ടെ. അപ്പൊ മൃഗസമാനം 49-ന്റെ 20-ാമത് വാക്യമാണ്. അടുത്ത പുള്ളിയിലേക്ക് ഞാൻ ജമ്പ് ചെയ്യുകയാണ്. അടുത്ത വേറൊരു കൂട്ടം ആൾ. ഇതിലൊന്നും നമ്മൾ പെടല്ലേ, നമ്മൾ പെടരുത്. സത്യദൈവത്തോട് കൂറുണ്ടാകണം. ദൈവമക്കൾ മനസ്സിലാക്കാൻ ഒരു വിശേഷ ചിന്ത ഞാൻ പറയാം. മൃഗസമാനക്കാരാകാതിരിക്കാൻ നമ്മൾ അറിയേണ്ട 2 തത്വങ്ങൾ ഞാൻ പറയാം. ജീവിതത്തിൽ മുന്തിയ പരിഗണന കൊടുക്കേണ്ട അതിപ്രധാനമായ 2 വാക്യങ്ങൾ ജീവിതത്തിലേക്ക് അങ്ങ് പകർത്തണം. 2 വാക്യങ്ങളെ മുറിച്ച് ഞാൻ തരാം. ആ ഭാഗങ്ങളുണ്ടല്ലോ, വേദഭാഗങ്ങൾ, വേദവാക്യങ്ങൾ മൊത്തം പറയാൻ പറ്റത്തില്ല. ഒരു വാക്യത്തെ മുറിച്ച് തരികയാണ്. അതിലൊന്നാമത്തെ വാക്യം ഉൽപ്പത്തി 1:1. ഉൽപ്പത്തി 1:1 വാക്യം ഏതാണെന്ന് തൽക്കാലം അറിയണ്ട. ആദ്യത്തെ വാചകം ഏതാണെന്ന് നോക്കിക്കേ. ഉൽപ്പത്തി 1:1 ആദ്യത്തെ വാചകം ഏതാ? ആദിയിൽ ദൈവം. ആകാശവും ഭൂമിയൊക്കെ അവിടെ നിൽക്കട്ടെ. ആദിയിൽ ദൈവം. ഒന്ന് പറഞ്ഞു നോക്കി, 1-2 പ്രാവശ്യം. ആദിയിൽ ദൈവം, ആദിയിൽ ദൈവം. ജീവിതത്തിൻ്റെ ആദിയിൽ ആര് വരണം? ആഹാ, ജീവിതത്തിൻ്റെ ആദിയിൽ ആരെ ഓർമ്മിക്കണം? ജീവിതത്തിൻ്റെ ആദ്യം കാശ് കയ്യിലോട്ട് കിട്ടിയാൽ ആദ്യം ദൈവം എന്ന വിചാരം. ഉറങ്ങി ഉണർന്നാൽ ആദ്യം ദൈവമെന്ന വിചാരം. ഉറങ്ങുന്നതിന് മുൻപ് ദൈവമെന്ന വിചാരം. കണ്ടില്ലേ? ജീവിതത്തിൻ്റെ നല്ല പ്രായത്തിൽ ദൈവം എന്ന വിചാരം. ഇത് മനുഷ്യന് ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹീതമായ അനുഭവമാണ്. എല്ലാം കഴിഞ്ഞിട്ട് സമയം ഉണ്ടെങ്കിൽ ദൈവത്തിൻ്റെ അരികിലേക്ക് എന്നല്ല, ആദിയിൽ ദൈവം. മനസ്സിലായവർ കർത്താവിനെ സ്തുതിച്ചാട്ടെ. ആദിയിൽ ദൈവം. അതിൻ്റെ കൂട്ടത്തിൽ ചേർക്കാൻ വേറൊരു വേദഭാഗം തരാം. വേദവാക്യമല്ല, വേദവാക്യത്തിൻ്റെ ഭാഗം. ആദിയിൽ വചനം. യോഹന്നാൻ 1:1, ഉൽപ്പത്തി 1:1, യോഹന്നാൻ 1:1 സമം ചേർക്കണം. എന്നിട്ടിത് ജീവിതത്തിൻ്റെ ചര്യയാക്കി മാറ്റണം, ജീവിതത്തിൻ്റെ സംസ്കാരമായി മാറണം. ആദിയിൽ ദൈവം, പിന്നെ ആദിയിൽ ഇതിലേതാ ഒന്നാമത് വെക്കേണ്ടതെന്ന് എനിക്ക് കൺഫ്യൂഷനാണ്. കാരണം വചനം തന്നെയാണ് ദൈവം, ദൈവം തന്നെയാണ് വചനം. അപ്പോൾ ആദിയിൽ ദൈവം, ആദിയിൽ വചനം. ദൈവത്തോട് സംസാരിക്കണം മക്കളെ. കിടക്ക വിട്ടുണർന്നു കഴിഞ്ഞാൽ ദൈവത്തോട് സംസാരിക്കണം ഏറെ നേരം. എന്നിട്ട് വാട്സപ്പ് നോക്കുകയല്ല ചെയ്യേണ്ടത്, പുസ്തകം തുറക്കണം ആദ്യം. ദൈവത്തോട് സംസാരിച്ച് പ്രാഗൽഭ്യം കിട്ടിയവൻ വചനം തുറക്കുമ്പോൾ അന്നത്തെ തിരക്കിലേക്ക് നീ ഇറങ്ങുമ്പോൾ ലഭിക്കപ്പെടുന്ന ഒരു റൂട്ട് മാപ്പായിരിക്കും അന്നത്തെ വചനധ്യാനം. എന്ത് ചെയ്യണം, എന്ത് ചെയ്യരുത്, എന്ത് തള്ളണം, എന്ത് കൊള്ളണം, എന്ത് നിരാകരിക്കണം, എന്ത് അംഗീകരിക്കണം, എന്ത് സ്വീകരിക്കണം, എന്ത് തിരസ്കരിക്കണമെന്ന വീണ്ടും വിചാരം ആദിയിൽ ദൈവത്തോട് സംസാരിച്ച് പുസ്തകം തുറക്കുമ്പോൾ ലഭിക്കപ്പെടും. അനുഭവമുള്ളവർക്ക് സ്വതന്ത്രം പറയാൻ പറ്റൂ.
ഇല്ലെങ്കിൽ കൺഫ്യൂഷനാ, ഇല്ലെങ്കിൽ ജീവിതമാകപ്പാടെ താളം തെറ്റിപ്പോവും. ഓക്കെ, അപ്പോൾ ഇവിടെ ചിന്തിക്കണം, മനുഷ്യൻ എപ്പോഴും മൃഗസമാനനാകരുത്. ദൈവത്തിന് പരിഗണന കൊടുത്ത്, വചനത്തിന് മുന്തിയ പരിഗണന കൊടുത്ത് ജീവിച്ചു പോകാൻ കഴിയണം. അപ്പോൾ മാത്രമേ അവൻ്റെ ജീവിതം ധന്യമാകുകയുള്ളൂ. അപ്പോൾ രണ്ടാമത്തെ പുള്ളി ആരാന്നറിയണം? 92-ാം സങ്കീർത്തനം 6-ാം വാക്യമാണ്. 92-ാം സങ്കീർത്തനം 6-ാം വാക്യത്തിൽ ഒരു മനുഷ്യനെ പരിചയപ്പെടുത്തുന്നു. മൃഗപ്രായനായ മനുഷ്യൻ. ആരാ പുള്ളി? മൃഗപ്രായൻ എന്ന് പറഞ്ഞാൽ എന്താ മോനെ? മൃഗപ്രായൻ എന്ന് പറഞ്ഞാൽ എന്താ? മൃഗത്തിൻ്റെ അത്രയും പ്രായമുള്ളവനെന്നല്ല, ദിനോസറിൻ്റെ കാലം മുതലുള്ളവനെന്നൊന്നുമല്ല എൻ്റെ അർത്ഥം. മൃഗപ്രായൻ എന്ന് പറഞ്ഞാൽ വന്യത കൈമുതലായിട്ടുള്ളവൻ, ക്രൂരത കൈമുതലായിട്ടുള്ളവൻ, മൃഗത്തെ പോലെ ചാടി വീണ് കടിച്ച് കുടഞ്ഞ് രക്തം കുടിച്ച് മാംസം തിന്ന് ബാക്കി വലിച്ചഴച്ച് കളഞ്ഞ്, അല്ലെങ്കിൽ പിന്നെ തിന്നാൻ കൊണ്ടുവന്ന് വലിച്ചു കയറ്റി മരത്തിൻ്റെ കൊമ്പിൽ കുരുക്കി വെക്കുന്ന മൃഗത്തിൻ്റെ വന്യത കണ്ടിട്ടുണ്ടോ? ആരോഗ്യമുള്ള വലിയ മൃഗങ്ങൾ കുഞ്ഞു മൃഗങ്ങളുടെ മേൽ ചാടി വീണ് കടിച്ചു കീറുന്നത് കണ്ടിട്ടില്ലേ? ആനിമൽ പ്ലാനറ്റും ഡിസ്കവറി ചാനലുമൊക്കെ കണ്ടിട്ടുണ്ടോ? സഫാരി പാർക്കിലും മൃഗവേട്ട, പരസ്പരം അത് ജീവിക്കുവാൻ മത്സരം കാട്ടുന്ന സംഗതികൾ കണ്ടിട്ടുണ്ടാകും. ഇതാണ് മൃഗപ്രായമായ അവസ്ഥ. മനുഷ്യനായിട്ടാണ് ജന്മം, പക്ഷേ കൊല്ലാനും തല്ലാനും തകർക്കാനും ഒരു മടിയുമില്ലാത്ത ഗതികേട്. വലത് കൈ വെട്ടിത്തരണോ? വെട്ടിത്തരാം, ഇത്ര രൂപ തന്നാൽ മതി. ഇടത് കൈ വെട്ടണോ? വലത് കാല് വെട്ടണോ? തല വെട്ടണോ? ഇത്ര ലക്ഷം തന്നാൽ മതി. മനുഷ്യൻ്റെ അവയവങ്ങളും അവൻ്റെ തലയും അവൻ്റെ വീട് കത്തിക്കണോ? ഇത്ര ലക്ഷം രൂപ എന്നൊക്കെ പറഞ്ഞ് കൊട്ടേഷൻ എടുത്ത് നടക്കുന്ന ഒരു പറ്റം ആളുകളുണ്ട്. പാർട്ടിയുടെ പേരിൽ, മതത്തിൻ്റെ പേരിൽ, കുടിപ്പകയുടെ പേരിൽ ഒക്കെ കിരാതത്വം കാട്ടുന്ന നരാധമ ശക്തികൾ. അവർക്ക് വേദപുസ്തകം കൊടുക്കുന്ന പേരാണ് എന്തോന്ന്? മൃഗപ്രായരായവർ. വല്ലപ്പോഴും ഒക്കെ ജയിലൊക്കെ സന്ദർശിക്കണം സഭയായിട്ട്. അവിടെ കിടക്കുന്ന സുന്ദരിമാരുണ്ട്, സുന്ദരന്മാരുണ്ട്. മനസ്സിലായോ? എന്നെ പറ്റി ഇവിടെ വന്ന് കിടക്കുന്നേ. അവർ പറയും അവരുടെ ജീവിതാനുഭവങ്ങൾ. ഒറ്റ നിമിഷം മനച്ചാഞ്ചല്യം സംഭവിച്ചപ്പോൾ ചെരവെടുത്ത് അടിച്ചു ഭർത്താവിൻ്റെ തലയ്ക്ക്, ഒലക്ക് കൊണ്ട് കൊടുത്തോറ ഒറ്റ എണ്ണം. കാമുകൻ്റെ കൂടെ ഒളിച്ചോടിപ്പോകാൻ തടസ്സം നിന്ന ഭർത്താവിനെ വകവരുത്തി കെട്ടിത്തൂക്കി കിണറ്റിനകത്ത് തള്ളിയവരും കെട്ടിത്തൂക്കിയവരും വിഷം കൊടുത്തവരൊക്കെയുണ്ട്. മനസ്സിലായോ? ഭാര്യയെ തല്ലിക്കൊന്നവർ, പിഞ്ചു കുഞ്ഞുങ്ങളെ കിണറ്റിലെറിഞ്ഞവർ, ഇവരെയൊക്കെ വേദപുസ്തകം വിളിക്കുന്ന പേരാണ് എന്തോന്ന്? അമ്മയെ തൊഴിച്ചു കൊന്നവനും അപ്പനെ തല്ലിക്കൊന്നവനും ഒക്കെ മലയാള നാട്ടിലുണ്ടെന്ന്. പ്രബുദ്ധ മലയാളി എന്നൊക്കെ പേര് പറയുമ്പോഴും കിരാതത്വം കാട്ടുന്ന നരാധമ ശക്തികൾ, അവരെയാണ് വേദപുസ്തകം എന്തോ വിളിക്കുക? ഇവൻ നന്നാകാൻ എന്താ മാർഗം എന്ന് പറ. ഇവൻ നന്നാകാൻ എന്താ മാർഗം? മോഷ്ടിക്ക് മാസത്തിലുള്ള പോലീസ് ലോക്കപ്പിൽ കൊണ്ടുവന്ന് തച്ച് കുത്തി ഇരുന്ന് ഇടിച്ചാൽ ഇവൻ നന്നാവൂ? നന്നാകത്തില്ല. ഇങ്ങനെയുള്ളവരെ നന്നാകാൻ ഒറ്റ വഴിയേ ഉള്ളൂ. അത്യുന്നതനായ ദൈവത്തിൻ്റെ ആഗ്രഹം പോലും ഇവൻ രക്ഷയിലേക്ക് വന്നേ പറ്റൂ. രക്ഷ പ്രാപിക്കുമൻ രക്ഷയുടെ വചനം, സത്യവചനം അവൻ അറിഞ്ഞേ പറ്റൂ. പോലീസിൻ്റെ ഇടികൊണ്ട് ചവിട്ടുകൊണ്ട് മാനസാന്തരപ്പെട്ട പുള്ളികൾ എത്ര പേരെ നിങ്ങൾ കാണിച്ചു തരും? പക്ഷേ ജയിലിനകത്ത് ചെന്ന് ഞങ്ങൾ വിതരണം ചെയ്ത ട്രാക്റ്റ് വായിച്ച് മാനസാന്തരപ്പെട്ട 100 പേരെ ഞങ്ങൾ കാണിച്ചു തരാം. ജീവപര്യന്തം കഴിഞ്ഞ് ഇറങ്ങി വരുമ്പോഴും പകയോടിറങ്ങി വന്ന നിരവധി ആളുകളുണ്ട്. അറിയാമോ? എന്നെ 12 കൊല്ലം 14 കൊല്ലം ജയിലിലടച്ചവനെ കണ്ടിട്ട് തന്നെ കാര്യമെന്ന് പറഞ്ഞ് കുഞ്ഞു വിറ്റാത്തിയും കൊണ്ടാണ് ഇവൻ നേരെ വരുന്നത്. പക്ഷേ ജയിലിനകത്ത് വെച്ച് അബദ്ധവശാലെങ്കിൽ കയ്യിൽ കിട്ടിയൊരു ട്രാക്റ്റിൻ്റെ ഭാഗങ്ങൾ വായിച്ച് മാനസാന്തരപ്പെട്ട നിരവധി ആളുകളുണ്ട്. ജയിലിനകത്ത് പാട്ടും പ്രാർത്ഥനയും വചനധ്യാനമുണ്ട്. അതൊക്കെ കേട്ട് കണ്ടറിഞ്ഞ് നിരവധി ആളുകൾ വിശ്വാസ മാർഗത്തിലേക്ക് വന്നിട്ടുണ്ട്. മനുഷ്യൻ്റെ മനപരിവർത്തനം മൃഗപ്രായനെയും കൂടെ വിശ്വാസ മാർഗത്തിലേക്ക് കൊണ്ടുവരുന്നത് സത്യവചനമാണ്. ബോധ്യമായവർ കർത്താവിനെ സ്തുതിച്ചാട്ടെ. അപ്പൊ സകല മനുഷ്യരും രക്ഷ പ്രാപിക്കണമെന്നുള്ളതാണ്. വേറൊരു മനുഷ്യനെ കാണിച്ചു തരട്ടെ. വിചിത്രമായൊരു മനുഷ്യൻ. ആരാ പുള്ളി? അരിഷ്ട മനുഷ്യൻ. അങ്ങനെ ആളുണ്ട് വേദപുസ്തകത്തിൽ. റോമാലേഖനം 7:24 വാക്യത്തിൽ പറയുന്നു. എങ്ങനെയുള്ള പുള്ളിയാ? അരിഷ്ട മനുഷ്യൻ എന്ന് പറഞ്ഞാൽ എന്ത് വെച്ചാൽ അർത്ഥം? അരിഷ്ട മനുഷ്യൻ ദശമൂലാരിഷ്ടം, വിപ്ലവാരിഷ്ടം, ജീരകാരിഷ്ടം സമം ചേർത്ത് ഒറ്റ വലിക്ക് കഴിക്കുന്ന ശീലമുള്ളവനെയാണോ അങ്ങനെ പറയുക? അല്ലല്ല. അരിഷ്ട മനുഷ്യൻ എന്ന് 7:24 വാക്യത്തിൽ പറയുന്നു. അയ്യോ, ഞാൻ അരിഷ്ട മനുഷ്യൻ എന്ന് പറഞ്ഞാൽ തനിക്കിഷ്ടമല്ലാത്തത് ചുമക്കുവാൻ നിർബന്ധിക്കപ്പെട്ടിരിക്കുന്നവൻ. ഇഷ്ടമല്ല, തുടക്കത്തിൽ ഇഷ്ടമായിരുന്നു, പിന്നെ ഇഷ്ടമല്ല. പുകവലി, ലഹരി പദാർത്ഥങ്ങൾ, കള്ളുകുടി, മറ്റു തരമായിരിക്കുന്ന ഇടപാടുകൾ ഒന്നും ഇഷ്ടമല്ല ഇപ്പം. പക്ഷെ ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല. പാപമെന്ന യജമാനത് കെട്ടിവെച്ചിരിക്കുന്നു. ചില പ്രണയബന്ധങ്ങളുടെ കുരുക്കഴിഞ്ഞ് പുറത്തു വരാൻ പറ്റില്ല. നിയമവിരുദ്ധ ലൈംഗികതയുടെ ഊരാക്കുടുക്കിൽ നിന്ന് പുറത്തു വരാൻ പറ്റില്ല. പുറത്തു വരണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ വിടുന്നില്ല. പാപമെന്ന യജമാനൻ, അതീശത്വം, ഭർത്താവ് അറിയാതെ ഭാര്യ, ഭാര്യ അറിയാതെ ഭർത്താവ്, ഇങ്ങനെ അബദ്ധ സഞ്ചാരം ചെയ്യുന്നു. ജനിപ്പിച്ച മാതാപിതാക്കൾ അറിയാതെ മക്കൾ
വഴിയാധാരമായി പോകുന്ന ആ പ്രവണതയിൽ നിന്ന് പിൻവാങ്ങാൻ പറ്റുന്നില്ലാത്ത പരുവത്തിൽ അടിമപ്പെട്ടു പോയവരെയാണ് എന്തോ വിളിക്കുക? അരിഷ്ട മനുഷ്യൻ. തൻ്റേതല്ലാത്തത്, തനിക്കിഷ്ടമല്ലാത്തത് ചുമക്കേണ്ടി വരിക. അവിടെ ഒരു പ്രയോഗമുണ്ട്, മരണത്തിനധീനമായ ശരീരം. റോമാ ഗവൺമെൻറ്റിൻ്റെ ഒരു കിരാതമായ, നിന്ദ്യമായ, നീചമായ, നികൃഷ്ടമായൊരു ശിക്ഷാരീതിയാണ്. ഒരു വലിയ കുറ്റവാളിയുടെ ദേഹത്തോട്ട്, പച്ചജീവനോടെയുള്ള ഒരു കുറ്റവാളിയുടെ ദേഹത്തോട് ഒരു ജീർണിച്ച മൃതശരീരത്തെ കെട്ടിവെക്കുക. ഒന്ന് ആലോചിച്ച് നോക്കി. അത്താഴമുണ്ണം നേരമാകുമ്പോൾ അതൊക്കെ അങ്ങനെ അങ്ങോട്ട് നീട്ടിപ്പരത്തി പറഞ്ഞാൽ ഇന്ന് രാത്രി ഉപവാസം കിടക്കേണ്ടി വരും. ചോറങ്ങോട്ട് ഉരുട്ടി വിഴുങ്ങാൻ തുടങ്ങുമ്പോൾ, ചവയ്ക്കാൻ തുടങ്ങുമ്പോൾ ഇത് ഓർമ്മ വന്നാൽ, കറുത്ത തലയുള്ള വെളുത്ത ശരീരമുള്ള പുഴുക്കൾ വമിക്കുന്ന മൃതശരീരമുണ്ടല്ലോ, അത് ആരുടെയാന്ന് പോലും അറിയില്ല. ആ മൃതശരീരം ജീവനായൊരു മനുഷ്യൻ്റെ ശരീരത്തോട് നെഞ്ചോട് നെഞ്ച് ചേർന്നിരിക്കത്തക്ക നിലയിൽ, മൃതശരീരത്തിൻ്റെ അളിഞ്ഞ കണ്ണും ഇവൻ്റെ കണ്ണും കൂടെ തൊട്ടിരിക്കത്തക്ക നിലയിൽ, ആ മൂക്കും ഇവൻ്റെ മൂക്കും കൂടെ ഒരുമിച്ചിരിക്കത്തക്ക നിലയിൽ ഇവനെ വരിഞ്ഞു കെട്ടുകയാണ്. എന്നിട്ട് എവിടെയെങ്കിലും കൊണ്ട് ചാരി നിർത്തിയിരിക്കും. ആ മൃതശരീരത്തിൽ വമിക്കുന്ന ദുർഗന്ധം, അതിനകത്തു നിഴഞ്ഞിറങ്ങുന്ന പുഴുക്കൾ, അത് പൊട്ടി ഒഴുകുന്ന ആ ചലമെല്ലാം ഇവൻ്റെ ശരീരത്തിലൂടെ ഇവൻ ആകപ്പാടെ നിന്നൊന്ന് വല്ലാതെ കുലുങ്ങി വിറച്ചിതിനെ ഒന്ന് കളയാൻ നോക്കും. പക്ഷെ കെട്ടിവെച്ചിരിക്കുക, അവിടുന്ന് രക്ഷപ്പെടാൻ പറ്റില്ല. അതിനെക്കുറിച്ചാണ് അവിടെ പറയുന്നത്. ഈ മരണത്തിന് അധീനമായ ശരീരത്തിൽ നിന്ന് എന്നെ ആറ് വിടുവിക്കും. തൻ്റെ ശരീരത്തിൽ നിന്നല്ല, അവൻ്റെ ശരീരത്തോട് കെട്ടിവെച്ച ഈ മൃതശരീരത്തിൽ നിന്ന് എന്നെ ആരാ ഒന്ന് വിടുവിക്കുക. വിടിപ്പിക്കാൻ കഴിയണമെങ്കിൽ ആ കെട്ടിവെച്ചവൻ അഴിക്കാൻ അതിന് വിധി പ്രസ്താവിക്കണം. പക്ഷെ അത് ചെയ്യത്തില്ല. അല്ലെങ്കിൽ പിന്നെ ആ കെട്ടിവെച്ചവനേക്കാൾ ഉന്നതമായ പരമോന്നത സ്ഥാനത്തിരിക്കുന്നവൻ ഇറങ്ങി വന്ന് ചെയ്തേ പറ്റുള്ളൂ. മാനവകുലത്തെ മദ്യപാനത്തിൻ്റെ കെട്ടുകെട്ടി, പുകവലിയുടെ കെട്ടുകെട്ടി, ദുഷിച്ച ദുഷ്കാമത്തിൻ്റെ കെട്ടുകെട്ടി, ദുശീല ദുർഗുണങ്ങൾ കെട്ടിവെച്ചത് ആരാ? ദൈവമല്ല, ഈ ലോകത്തിൻ്റെ ദൈവമായ പിശാചാണ്. അവൻ കെട്ടിവെച്ച കെട്ട് അവന് മാനസാന്തരം ഉണ്ടായിട്ട് അഴിച്ചുവിടത്തില്ല. പിന്നെ ഈ കെട്ട് അഴിക്കണമെങ്കിൽ ഈ ലോകത്തിൻ്റെ ദൈവമായ പിശാചിൻ്റെ മീതെ പരമാധികാരമുള്ള ഒരുവൻ വരണം. ആ പരമാധികാരം നമ്മുടെ കർത്താവിനല്ലാതെ വേറെ ആർക്കുമില്ല. ലോകത്തിലെ എത്ര നീതകൃത്യം ചെയ്യുന്നവനെയും മാനസാന്തരത്തിലേക്ക് കൊണ്ടുവരുവാൻ കഴിയുന്ന പരമാധികാരി നമ്മുടെ കർത്താവാണ്. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? സ്ത്രീകളെയും പുരുഷന്മാരെയും പിടിച്ചഴച്ച് തടവിലേൽപ്പിച്ച് കൊന്ന് കൊലവിളിച്ച് നടന്നിരുന്ന ഒരു തീവ്രവാദിയെ, ഭീകരവാദിയെ, മതമൗലികവാദിയെ കുഞ്ഞാടിനെ പോലെ ആക്കി മാറ്റിയത് നമ്മുടെ കർത്താവാണ്. സ്വതന്ത്രം. ആ കർത്താവിൻ്റെ ശക്തി ഇന്നും നിലനിൽക്കുകയാണ്. എത്ര നീചനെയും എത്ര നികൃഷ്ടമായ ജീവിതം നയിക്കുന്നവനെയും നന്നാക്കിയെടുക്കും. അപ്പം മനസ്സിലായല്ലോ, ഇത് പൊതുജനത്തിനിടയിലുള്ള ദുസ്വഭാവ ദുശീലങ്ങളുമായി കഴിയുന്നു. അപ്പം ഇവരെല്ലാവരും എന്ത് ചെയ്തേ പറ്റുള്ളൂ എന്നാ പറഞ്ഞേ? രക്ഷ പ്രാപിക്കണം. ഇവരെല്ലാവരും എന്ത് ചെയ്യണം? രക്ഷ പ്രാപിക്കണം. പൊതുജനങ്ങളിൽ നിന്നുള്ള 3 കൂട്ടം ആളുകളെ പറഞ്ഞപ്പം കേൾക്കാനൊരു രസമായിരുന്നു. ഇനി സഭയിലുള്ള ചിലരെ കുറിച്ച് കൂടെ പറയട്ടെ ഞാൻ. സഭയുടെ മുറ്റത്ത് നടത്തുന്ന യോഗമല്ലേ, അപ്പോൾ പിന്നെ സഭയിലും ഇമാതിരി ആളുകളുണ്ടോ? പിന്നെ എല്ലാവരും ഒക്കെ ഗ്ലോറി പറയുന്നവരാണെന്ന് പറഞ്ഞാൽ സ്വഭാവം കൊണ്ട് വൈകൃതമുള്ള ആളുകളുണ്ട്. അതിൽ 1-2 പേരെ ഞാനൊന്ന് പറഞ്ഞു നോക്കട്ടെ. സ്തോത്രം. നിങ്ങളുടെ പ്രതികരണം എങ്ങനെയാണെന്ന് അറിയണമല്ലോ. ഈ ബാക്കിയുള്ളത് കേട്ടപ്പം വളരെ സന്തോഷമായിരുന്നു. അങ്ങനെയുള്ളവരെല്ലാം മാനസാന്തരപ്പെടണമെന്ന് നമുക്ക് സന്തോഷമായിരുന്നു. സഭയ്ക്കകത്തും കാലങ്ങളായി രക്ഷിക്കപ്പെട്ടു എന്നവകാശപ്പെട്ട് പാട്ടും പ്രാർത്ഥനയും ഗീതാവലിയും വേദപുസ്തകവും കൊണ്ട് സമം ചേർത്ത് പിടിച്ചുകൊണ്ട് വഴിയോരത്തുകൂടെ പെന്തക്കോസ്തിൻ്റെ സംസ്കാരത്തിൽ നടന്നു നീങ്ങുന്ന പല പുള്ളികളും ഈ പറയപ്പെട്ട പലതരം മനുഷ്യക്കൂട്ടങ്ങളിലാണ് അവർ മടങ്ങി വന്നേ പറ്റൂ. അതിനാ സത്യവചന ഘോഷണം. ഹല്ലേലൂയ. അതിലൊരു പുള്ളിയെ ഞാൻ കാണിച്ചു തരാം. ആരാന്നറിയാമോ? പഴയ മനുഷ്യൻ. കൊലോസ്യ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 9-ാം വാക്യം. പഴയ മനുഷ്യൻ. പഴയ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ എന്തോ മനസ്സിലായി? ഒത്തിരി പ്രായമുള്ള ആളെന്നല്ല എൻ്റെ അർത്ഥം. പിന്നെന്താ? രക്ഷിക്കപ്പെട്ടിട്ടും പഴയകാലത്തിൻ്റെ സംസ്കാരമോ ഇടപാടോ സ്വഭാവ ദൂഷ്യങ്ങളോ വിട്ടുകളയാത്ത ചില പുള്ളികളുണ്ട്. അവരെ എന്തോ വിളിക്കണം? പഴയ മനുഷ്യനെന്ന് പറയണം. അത് പ്രധാനമായ സംഗതിയാണ്. പഴയ മനുഷ്യൻ. ആകൃതിയും പ്രകൃതിയും വസ്ത്രധാരണവും അതും ഇതുമെല്ലാം കാണുമ്പോൾ അയ്യോ എന്നെ ആത്മീയമാണെന്ന് തോന്നിപ്പോവും. ഫറവോനു ഞാൻ ഇനി അടിമയല്ലേ. ആ പാട്ടൊക്കെ കേൾക്കുമ്പോൾ എന്നെ താളമാണെന്നറിയാമോ? പക്ഷേ ഈ പാടി ആരാധിക്കുന്ന പുള്ളിയെ സൂക്ഷിച്ചെന്ന് നോക്കിയാൽ ഫറവോൻ്റെ തിണ്ണയിലിരുന്നുണ്ടാണ് പാടുന്നത്. ഫറവോൻ്റെ ഉമ്മറം വിട്ടിട്ടില്ല ഇതുവരെ. മനസ്സിലായില്ലേ? അങ്ങനെ ചില പുള്ളികളുണ്ട്. ജാതീയമായ ആചാരങ്ങളിൽ നിന്ന് ഇറങ്ങി പുറത്തു വന്നു എന്ന അവകാശം, പക്ഷെ ഇന്നും ജാതി ആചാരങ്ങൾ വിട്ടിട്ടില്ല. അവരെ എന്തോ വിളിക്കണം? കോപം വിട്ടിട്ടില്ല, താപം വിട്ടിട്ടില്ല, വൈരുദ്ധ്യത വിട്ടിട്ടില്ല, വക്രത വിട്ടിട്ടില്ല, വളവ് വിട്ടിട്ടില്ല, പൊളവ് വിട്ടിട്ടില്ല, വാട്ടിപ്പലിശയും കൊള്ളപ്പലിശയും
5 പൈസ ലാഭം കിട്ടുമെങ്കിൽ ഏത് ആത്മീയതയും പണയപ്പെടുത്തി കളയും. അവസരം അനുകൂലമായി ഒത്തു കിട്ടിയാൽ ജഡമുതിർത്തുവിടുന്ന പാപരാഗങ്ങളുടെ മുമ്പിൽ വഴിപ്പെട്ടു പോകുന്നവനെ കൊലോസ്യർ 3:9 പറയുന്നത് ആരാണെന്നാ പറയുക? പഴയ മനുഷ്യനെന്നാണ്. പാപ്പച്ചനും കറിയാച്ചനും തങ്കച്ചാനും പൊടിയച്ചാനും എല്ലാം കൂടെ വട്ടം ഇരുന്ന് കാപ്പിയും കുടിച്ച് മിച്ചറും കുടിച്ച് കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുക. ഈ പ്രാവശ്യം പാസ്റ്റർ മാറ്റിയിട്ട് തന്നെ. ആഹാ, എത്ര നാളെ ഇങ്ങനെ വെച്ചോണ്ടിരിക്കുക, നമുക്ക് മാറ്റണം എന്ന് പറഞ്ഞ് ഇങ്ങനെ മാറ്റിയിട്ട് തന്നെ എന്ന് പറയുമ്പോൾ കലണ്ടറിന്റെ പുറകെ ഇരുന്ന് പല്ല് ചലിച്ചു. കറക്റ്റ്. മൂത്ത ബന്ധക്കോസാന്ന് ഓർത്തോണം. എന്നാ രക്ഷിക്കപ്പെട്ടെന്ന് ചോദിച്ചാൽ 1901 സെന്റ് തോമസ് കേരളത്തിൽ വന്നപ്പോൾ ഞങ്ങളുടെ വല്യപ്പച്ചന കൊടയും പിടിച്ചുകൊണ്ട് പുറകെ നടന്നേന്ന്. അന്ന് മുതൽ രക്ഷയില്ല. പക്ഷെ പല്ല് ചലിക്കുന്ന അനുസരിച്ച് ആ കാര്യം പോകുന്നു. കർത്താവേ, ഞങ്ങൾ യാത്രയാകുന്നു. വാതിൽപ്പടിയിൽ നിന്നൊരു പ്രാർത്ഥനയുണ്ടല്ലോ, കത്തുകൊള്ളണേ, വാഹനത്തെ അവിടുത്തെ കരങ്ങൾ നിയന്ത്രിക്കണേ കർത്താവേ. എതിരെ വരുന്ന വാഹനങ്ങൾ, പിന്നാലെ വരുന്ന വാഹനങ്ങൾ, ഓവർടേക്ക് ചെയ്യാൻ ശ്രമിക്കുന്നവയൊക്കെ കർത്താവിൻ്റെ കരങ്ങൾ കാത്തോണേ. മടങ്ങി വരുവോളം തിരുസാന്നിധ്യം കൂടെ ഇരിക്കണമെന്ന് ഗംഭീര പ്രാർത്ഥന നടത്തിയിട്ട് കഥക പൂട്ടി അങ്ങോട്ട് ഇറങ്ങുമ്പം അപ്പുറത്തെ അമ്മണിയമ്മയുടെ കറുത്ത പൂച്ച ഒരു ചാട്ടം ചാടിയാൽ അച്ഛാ ഇനിയിപ്പോൾ പോയിട്ട് കാര്യമില്ലെന്ന്. ആഹാ, എന്നെ പ്രാർത്ഥനയായിരുന്നെന്നറിയാവോ? കാത്തോണേ കർത്താവേ, അമ്മണിയമ്മയുടെ പൂച്ചയെ തല്ലിക്കൊല്ലാതെ ഒരു യാത്ര നടക്കത്തില്ല. ഇങ്ങനെയൊക്കെയുള്ള ചില ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും. കൊച്ചിനെ ഒരുക്കി നിർത്തിയിരിക്കുക, പായിട്ട് അതിനകത്ത് നിർത്തിയിരിക്കുകയാണ്. നമുക്കെന്നാ പ്രാർത്ഥിച്ചു തുടങ്ങാം. പാസ് പറയുക, എന്നോടുള്ള പാടാൻ തുടങ്ങാം. പാസ് ഇപ്പോൾ പാടില്ല, ഞങ്ങളുടെ ഒരു അമ്മാച്ചൻ വണ്ടിപ്പെരിയാറ്റിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുക, പുള്ളി വന്നിട്ടേ പാടാവുന്ന. പുള്ളി വരാതെ കൊച്ചിനെ ഇറക്കിക്കൊണ്ട് പോയാൽ പ്രശ്നമാവും. വൈദ്യ പാസൊക്കെ അറിയാമോ ഇതുമല്ലോ? അതാ കാര്യം. അപ്പോൾ പാസ് പറയാം, നമുക്ക് അത്രയും ദൂരം ഓടി എത്തണ്ടേ, ട്രാഫിക്കാ. അല്ല എന്നാലും പുള്ളി വരാതെ പ്രാർത്ഥിച്ചിറങ്ങിയാൽ അത് കുഴപ്പമാവും. എന്നാൽ പിന്നെ അല്പം കൂടെ എന്നോട് എന്ന് പറഞ്ഞ് പാടിയ പാട്ട് നിർത്തി 20-ാം സങ്കീർത്തനത്തിലോട് അടയാളത്തിൻ്റെ വിരലും കയറ്റി വെച്ചുകൊണ്ട് പുള്ളി ഇങ്ങനെ നോക്കി നിൽക്കുക. അല്പം കൂടെ കഴിഞ്ഞപ്പോൾ ചോദിച്ചു, എന്താ തുടങ്ങാമോ? അല്ല, പുള്ളി അടുത്തെത്താറായി, വന്നോട്ടെ. അവസാനം പാസ് 2-3 പ്രാവശ്യം ചോദിച്ചപ്പോൾ മൂത്ത കാർന്നവർ പറയാം, ഇനിയിപ്പോൾ പുള്ളി വരുന്ന നോക്കണ്ട, പാസ് അങ്ങ് പ്രാർത്ഥിച്ചാട്ടെ. ഈ വണ്ടിപ്പെരിയാറ്റി എന്ന് പറയണമെന്ന് പറഞ്ഞ അമ്മാച്ചൻ 2 ദിവസത്തിന് മുമ്പേ വന്നിട്ട് 4 കൂട്ടി മുറുക്കി പുറകെ കൂടെ നടപ്പുണ്ട്. പിന്നെ എന്താ പാസ്റ്ററെ പാട്ട് തടസ്സപ്പെടുത്തിയെന്നറിയാമോ? തിങ്കളാഴ്ച 9:30 കഴിയാതെ വേള മാറത്തില്ല. ഏത് വേള? രാഹുവേള മാറത്തില്ല. ഇതാ പഴയ മനുഷ്യൻ. ഇതാണ് പഴയ മനുഷ്യൻ. സ്തോത്രത്തിന് പഞ്ഞുണ്ടോ? മുമ്പേ പറഞ്ഞപ്പം ഉണ്ടായിരുന്ന പ്രതികരണം പോലും ഇല്ലെന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ സഭയ്ക്കകത്തുകൊണ്ട് പഴയ മനുഷ്യൻ, ഇവൻ ക്രിസ്തുവിൽ തികഞ്ഞേ പറ്റൂ. 1 കൊരിന്ത്യർ ലേഖനം 3-ാം അധ്യായം അതിന്റെ 3 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അതിനകത്ത് പറയുന്നുണ്ട് ശേഷം മനുഷ്യൻ, സാധാരണ മനുഷ്യൻ, ജഡീക മനുഷ്യൻ. 3 തരം മനുഷ്യരെ കുറിച്ച് അവിടെ പറയുന്നുണ്ട്. ശേഷം മനുഷ്യൻ എന്ന് പറഞ്ഞാൽ എന്താ? വായിച്ചോണം നിങ്ങളെ വാക്യം. ശേഷം മനുഷ്യൻ എന്ന വാക്കിന്റെ അർത്ഥം മുമ്പ് ഗംഭീരമായി പ്രയോഗിക്കപ്പെട്ടതാ. ഇപ്പോഴോ പഴയ കൃപയൊന്നുമില്ല. മുമ്പ് കനൽക്കട്ടയായിരുന്നു, ഇപ്പൊ കരിക്കട്ടയായി. കവിത കേട്ടിട്ടുണ്ടോ? പണ്ടിവനൊരു കടിയാൽ ഒരു പുലിയെ കണ്ടിച്ചത് ഞാൻ. അങ്ങനെയാണെങ്കിൽ അവനെ ഒന്ന് കാണണമല്ലോ. അത് ഏത് നായുടെ കാര്യമാണ് പറയുന്നത്? അപ്പോൾ അതിനെ കാണാൻ വേണ്ടി ഉത്സാഹം കാണിച്ചപ്പോൾ അടുത്ത വരി പറയുന്നു, ഇപ്പൊ പണ്ടേ പോലെ എന്തോ ചെയ്യുന്നില്ല, ഫലിക്കുന്നില്ല. ആ അവസ്ഥയ്ക്കാണ് എന്തോ പറയുന്നത്, ശേഷം മനുഷ്യൻ. പണ്ട് ഫലിച്ചാൽ ദേശം കിടുങ്ങുമായിരുന്നു. പിശാച് ഇളകി മാറും. 1 അല്ല 9 ഒരേപോലെ ഇളകുമായിരുന്നു. രോഗം സൗഖ്യമാകുമായിരുന്നു. ഇപ്പൊ ഫലിക്കുന്നുണ്ട്, തുപ്പൽ തെറിക്കുന്നല്ലാതെ പിശാച് പോകുന്നില്ല. കൃപ നഷ്ടപ്പെട്ടവൻ്റെ അവസ്ഥയ്ക്കാണ് വേദപുസ്തകം എന്തോ പറയുന്നത്, പഴയ മനുഷ്യൻ. വീർപ്പിച്ചു നിർത്തിയ ബലൂണിൽ എഴുതി വച്ചിരിക്കുന്ന വടിവത്തെ അക്ഷരം നമുക്ക് വായിക്കാൻ കഴിയും. ഹാപ്പി ഓണം, ഹാപ്പി ക്രിസ്മസ്, ഹാപ്പി ദിവാലി എന്നൊക്കെയുള്ളത് വായിക്കാൻ പറ്റും. മനസ്സിലായോ? ഹാപ്പി മാരീഡ് ലൈഫ്, ഹാപ്പി ബർത്ത്ഡേ, ഇതൊക്കെ ബലൂണിൻ്റെ പുറത്ത് എഴുതി വെച്ചിരിക്കുന്ന വായിക്കാൻ കഴിയും. എങ്ങനെ വായിക്കാൻ പറ്റുക? അകത്ത് കാറ്റുള്ളത് കൊണ്ട് വായിക്കാൻ പറ്റും. സൂചിക്കൊരു കുത്തു കൊടുത്ത് കാറ്റ് ഷൂ എന്നങ്ങ് പോവും. ഹാപ്പി ബർത്ത്ഡേ എല്ലാം കൂടി ചൂടിൻ്റെ തറ കിടക്കുന്ന കണ്ടിട്ടുണ്ടോ? ആ അവസ്ഥയ്ക്ക് ശേഷം മനുഷ്യൻ എന്ന് പറയുന്നത്. കൃപ അകത്തുണ്ടെങ്കിൽ നമ്മളെ വായിക്കും ജനം. കർത്താവ് നൽകിയ കൃപയുടെ വ്യാപാരം അകത്തുണ്ടെങ്കിൽ നമ്മൾ ജനത്തിന് പ്രയോജനപ്പെടും. അത് നഷ്ടപ്പെട്ടു പോയാൽ കാണാൻ കൊള്ളാത്ത പരുവത്തിൽ നീ ചുരുണ്ട് താഴെ വീഴും. ഈ പൊട്ടി താഴെ വീണ് കിടക്കുന്ന ബലൂൺ എടുത്ത് പറഞ്ഞുകൊണ്ട് കുഞ്ഞുങ്ങളൊരു കലാപരിപാടി കാണിക്കും, ഇല്ലേ? കാണിച്ചിട്ടുണ്ടോ? പൊട്ടിക്കിടക്കുന്ന ബലൂൺ എടുത്ത് മോളെ ചെയ്തിട്ടുണ്ടല്ലോ, അല്ലേ? അതങ്ങോട്ട് എടുത്തിട്ട്
വിരലതിനകത്തോട്ട് വെച്ച് വായിക്കകത്തോട്ട് വെച്ച് അകത്തോട്ട് സമ്മർദ്ദം ചെലുത്തുമ്പോൾ ഒരു കുഞ്ഞു കുമളെ അകത്ത് വിരിയും. ആ കുമളയ്ക്കകത്തുള്ള കാറ്റ് കളയാതെ വിദഗ്ധമായി തിരിച്ച് പിടിച്ചെടുത്ത് ഉള്ളംകൈയിൽ കിരികിരികിരികിരികിരാന്ന് കേൾപ്പിച്ചു നടക്കുന്ന കണ്ടിട്ടുണ്ടോ? അകത്ത് അത്യാവശ്യം പണി അടുക്കള ചെയ്തുകൊണ്ടിരിക്കുന്ന മമ്മിക്ക് മനസ്സിലാവും കൊച്ചു പണി ഒപ്പിച്ചു. സ്റ്റൗ ഓഫ് ചെയ്ത് വെച്ചിട്ട് മമ്മി ഇറങ്ങി ഇങ്ങോട്ട് വന്ന് കയ്യിലിരിക്കുന്ന ഈ ബലൂണ് തട്ടിപ്പറിച്ചെടുത്ത് ബോളിലോട്ട് കളഞ്ഞിട്ട് 2 അടിക്കൊണ്ട് കയറി പോയിരുന്ന് പഠിക്കണമെന്നും പറഞ്ഞു വിടും. അടിയും കൊണ്ടുപോയ കൊച്ചിന് മനസ്സിലായില്ല തള്ള എന്തിനാ തല്ലിയെന്ന്. ഞാൻ ഉണ്ടാക്കിയ ബലൂൺ പോലെ മമ്മിക്ക് ഉണ്ടാക്കാൻ അറിയാത്തതിൻ്റെ അസൂയ എന്നും പറഞ്ഞാൽ കൊച്ചു പോകുന്നു. മോളെ അതല്ല, നീ കുഞ്ഞു ബലൂൺ ഉണ്ടാക്കുന്ന ആ പ്രക്രിയ അപകടമാണ്, മനസ്സിലായില്ലേ? അകത്തോട്ട് സമ്മർദ്ദം ചെലുത്തുമ്പോൾ പൊട്ടി നിന്റെ അകത്തോട്ട് കയറിപ്പോയാൽ അത് ശ്വാസകോശത്തിൽ പ്രശ്നം ഉണ്ടാക്കും. ഇതറിയാവുന്ന വിവരമുള്ള മമ്മി നിന്നെ ശകാരിച്ചത് അതിനു വേണ്ടിയാണ്, മനസ്സിലായോ? അല്ലാതെ മമ്മിക്ക് ഇതുണ്ടാക്കാൻ പറ്റാത്തതിൻ്റെ അസൂയല്ല. ഞാൻ എന്തിനാ ഇത് പറഞ്ഞതെന്ന് ഇത്ര നീട്ടി പറഞ്ഞ എന്തിനാണെന്നറിയാമോ? കൃപ നഷ്ടപ്പെട്ട് സഭയ്ക്കകത്ത് ചുരുണ്ട് കിടക്കുന്നവനെ തുടരുത്, അവൻ അപകടകാരിയാണ്. ചുമ്മാ അത് വിട്ടേക്കണം. പുള്ളിയെ ഒരു കസേരയൊക്കെ കൊടുത്ത് മൂലയ്ക്ക് അങ്ങ് ഇരുത്തിയേക്കണം. കൂടെ അച്ഛൻ എന്നാ പറയുന്നതെന്നൊക്കെ ചോദിച്ചങ്ങ് നിർത്തിയാൽ അങ്ങ് നിന്നു പോകും. വീർപ്പിക്കാൻ നോക്കിയാൽ അണ്ണാക്കി കയറുവൻ. മനസ്സിലാകുന്നുണ്ടോ ഞാൻ പറയുന്നത്? ആ പുള്ളിയുടെ പേരാണ് ഏത്? ശേഷം മനുഷ്യൻ. കൃപയുടെ 7 ജട മുറിച്ചു മാറ്റിയാൽ ഞാൻ ശേഷം മനുഷ്യനെ പോലെയാകും. ആരാ പറയുന്നേ? ശിംശോനാ പറയുക. കൃപ അതിൻ്റെ ജട മുറിച്ചു മാറ്റിയവൻ ശേഷം മനുഷ്യനെ പോലായി. സഭയിലും ഇങ്ങനെ പലതരം മനുഷ്യരുണ്ട്. അപ്പം നമ്മുടെ വാക്യത്തിലേക്ക് വന്നേ. സകല മനുഷ്യരും എന്തോ പ്രാപിക്കണം? രക്ഷ പ്രാപിക്കണം. സകല മനുഷ്യർക്കും വേണ്ടിയാണ് നമ്മുടെ കർത്താവ് പരമയാഗമായി. വിശ്വാസമാർഗത്തിലേക്ക് വന്നിട്ട് അബദ്ധങ്ങളുടെ ജീവിതമായി പോകരുത്, അനർത്ഥങ്ങളുടെ ജീവിതമാകരുത്, അബദ്ധസഞ്ചാരങ്ങളാകരുത്. വ്യർത്ഥ മനുഷ്യൻ എന്ന് പറയുന്നൊരു മനുഷ്യനുണ്ട്. യാക്കോബിൻ്റെ ലേഖനം 2:19 വാക്യം. ഇവരൊന്നും നമ്മൾ ആകരുത്. പിന്നെ ആകേണ്ടതാരാണ്? അതുകൂടെ പറയാതെ പോകാൻ പറ്റില്ലല്ലോ. ആകേണ്ടതാരാ? കൊലോസ്യ ലേഖനം 3:20 വാക്യം. കൊലോസ്യ ലേഖനം 3:20 10 വാക്യം. കൊലോസ്യർ 3:10 വാക്യം. അവിടെ വായിക്കുന്ന ഇങ്ങനെയാണ്: പുതിയ മനുഷ്യനെ ധരിക്കണം. ആരാകണം നമ്മൾ? പുതിയ മനുഷ്യൻ. പഴയ മനുഷ്യനെ ഉപേക്ഷിച്ചിട്ട് ആരാകണം നമ്മൾ? ക്രിസ്തുവിൽ പുതു മനുഷ്യനാകണം. പുതിയ മനുഷ്യൻ. ഈ പഴയ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ആദമ്യ പ്രകൃതമാണ്. പുതിയ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ഒടുക്കത്തെ ആദമ്യ പ്രകൃതമാണ്. എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ആദാം അവൻ വിശ്വാസപാതകം ചെയ്തു, പാപം ചെയ്തു, ലംഘനം ചെയ്തു. അറിഞ്ഞുകൊണ്ട് ബോധത്തോടെ പാപത്തിലേക്ക് എടുത്തു ചാടിയവനാണ് ആദാം. ആ ആദമിൻ്റെ പ്രകൃതമാണ് പഴയ മനുഷ്യൻ. എന്നാൽ ഒടുക്കത്തെ ആദാമിൻ്റെ പ്രകൃതമാണ് പുതിയ മനുഷ്യൻ എന്ന് പറയുന്നത്. ആരാകാൻ ആഗ്രഹിക്കുന്നുണ്ട്? ഒടുക്കത്തെ ആദാമിൻ്റെ ഭാവം. കൊലോസ്യർ 3:10 അങ്ങനെ മാത്രം പറയുമ്പോൾ ആ പുതിയ മനുഷ്യൻ്റെ ആഗമന പ്രകൃതത്തെക്കുറിച്ച് ലേഖനം പഠിപ്പിക്കുന്ന അനുഗ്രഹീതമായ എഫേസ്യ ലേഖനം 4:23-24 വാക്യമാണ്. 22 മുതൽ നോക്കിക്കോ. മുമ്പത്തെ ചതിമോഹങ്ങളിൽ വഷളായിപ്പോയ പഴയ മനുഷ്യനെ ഉപേക്ഷിച്ച് കളഞ്ഞ് സത്യത്തിൻ്റെ ഫലമായി നീതിയിലും വിശുദ്ധിയിലും ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതു മനുഷ്യനെ ധരിക്കണം. അപ്പം നമ്മൾ ആരാകണമെന്നാ പറയുക? പുതുമനുഷ്യനാകണം. എഫേസ്യ ലേഖനം 4:22 മുതൽ 24 വരെയുള്ള വാക്യങ്ങൾ. 22 വാക്യം പഴയ മനുഷ്യനെ കുറിച്ച് പറയുക. 23-24 വാക്യം പുതിയ മനുഷ്യൻ്റെ ആഗമനമായിരിക്കുന്ന ആകാര അനുഭവത്തെക്കുറിച്ചാണ് പറയുക. എന്താ അവിടെ പറയുക? സത്യത്തിൻ്റെ ഫലം. സത്യമെന്ന് പറയുന്നത് വചനം, വചനമെന്ന സത്യം. ഓക്കെ, സത്യത്തിൻ്റെ ഫലമായി നീതി, വിശുദ്ധി, ദൈവാനുരൂപം. ദൈവത്തിന് രൂപമുണ്ടോ? ദൈവം ആത്മാവല്ലേ? ആത്മാവായി ദൈവത്തിന് എങ്ങനെ രൂപമുണ്ടാകുക? ആത്മാവായി ദൈവത്തിൻ്റെ രൂപമേതാ? ആ രൂപമാണ് യേശു എന്ന രൂപം. ദൈവത്തിൻ്റെ രൂപം മനുഷ്യന് പ്രത്യക്ഷമാകാവുന്ന രൂപത്തിൽ വന്നു. അതാരാണ്? ദൈവം എന്ന് പറയുന്ന മഹത്തായ ആളത്വ മഹിമ രൂപത്തിൽ ഇറങ്ങി വന്നു. നമുക്ക് കാണാവുന്ന അത് അപ്പോസ്തലന്മാർ പറഞ്ഞ് ഞങ്ങൾ തൊട്ടതും കണ്ടതും കേട്ടതും രുചിച്ചതുമായ ജീവന്റെ വചനം. അതാരായിരുന്നു? യേശുവാൻ. അപ്പം സത്യത്തിൻ്റെ ഫലമായി ദൈവാനുരൂപം എന്ന് പറഞ്ഞാൽ ആരുടെ രൂപത്തിലേക്ക് വരണം നമ്മൾ? യേശുവിൻ്റെ രൂപത്തിലേക്ക്. നമ്മളെ നോക്കി ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ യേശുവെ പോലെ ഇരിക്കുന്നു? അപ്പൻ എങ്ങോട്ട് പോയി നോക്കണ്ടല്ലോ, അപ്പനെ പോലെ തന്നെ. അമ്മയുടെ അതേ മൂക്ക് തന്നെ. എൻ്റെ ദൈവമേ, എങ്ങനെ പറ്റി ഇങ്ങനെ? ചിലരെ നോക്കിയിട്ട്, കുഞ്ഞുങ്ങളെ നോക്കിയിട്ട്, അമ്മാച്ചൻ്റെ അതേ പ്രകൃതം തന്നെ ആണല്ലോ, വല്യപ്പച്ചൻ്റെ അതേ രൂപം തന്നെ ആണല്ലോ എന്നൊക്കെ പറയാറുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഞാൻ കുന്നത്തൂർ ഒരു കൺവെൻഷന് പ്രസംഗിച്ചിട്ട് ഇങ്ങോട്ട് ഇറങ്ങി വന്നപ്പോൾ ഒരു അപ്പച്ചൻ എന്നോട് ചോദിച്ചു, എബ്രഹാം ചാക്കോപ്പാസയുടെ മോനാണോ? സ്തോത്രം. ഞാൻ ഞെട്ടിപ്പോയി. ഞാൻ പറഞ്ഞു, എങ്ങനെ മനസ്സിലായി? ആ ശബ്ദം കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായി. എൻ്റെ കൂട്ടുകാരനായിരുന്നു മോൻ്റെ പപ്പ. എബ്രഹാം ചാക്കോപ്പാസയുടെ അതേ പ്രകൃതം.
സ്വതന്ത്രം. അപ്പം അപ്പനെ പോലിരിക്കുന്നു, അമ്മയെ പോലിരിക്കുന്നു, അമ്മാച്ചനെ പോലിരിക്കുന്നു എന്നൊക്കെ പറയാറുണ്ടല്ലോ. നല്ല കാര്യമാണത്. ജന്മത്തിൻ്റെ ആ സുഹൃതം, ആ ഒരു സാക്ഷ്യം നല്ല കാര്യമാണ്. പെന്തക്കോസിലായിട്ട് ഇത്രയും കാലമായി യേശുവെ പോലിരിക്കുന്നെന്ന് ആരെങ്കിലും പറഞ്ഞു തന്നിട്ടുണ്ടോ? ആ സഹനം, ആ ത്യാഗം, ആ വിധേയത്വം, ആ വിനയം, ആ എളിമ, ആ താഴ്മ, ആ സൗമ്യത, ശാന്തത, ശാലീനത, നൈർമല്യത, നിഷ്കളങ്കത, സഹിക്കാൻ, വഹിക്കാൻ, പൊറുക്കാൻ, താങ്ങാൻ, കരുതാൻ ഒക്കെയുള്ള താങ്കളുടെ ആ അനുഭവം കണ്ടിട്ട് എനിക്ക് തോന്നുന്നത് നിങ്ങളാണ് യേശു എന്ന. ആരെ പോലെ ആകണം നമ്മൾ? യേശുവെ പോലെ. ജീവിതം ഇത്രയും നാൾ പെന്തക്കോസ്തിന് വേണ്ടി ചെലവഴിച്ചിട്ടും യേശുവെ പോലെ ആയില്ല എന്നുണ്ടെങ്കിൽ ക്രിസ്ത്യ ജീവിതം വ്യർത്ഥമാണെന്നറിയണം. കുഞ്ഞുങ്ങളൊക്കെ ശ്രദ്ധിക്കണം. മോനെ, ആരെ പോലെ ആകണം? ടു ബി മോർ ലൈക്ക് ജീസസ്. ടു ബി മോർ, അല്പമായ പോരാ, ടു ബി മോർ ലൈക്ക് ജീസസ്. അതാണ് ക്രിസ്ത്യ ജീവിതത്തിൻ്റെ ആത്യന്തിക ലക്ഷ്യം. ദ അൾട്ടിമേറ്റ് പർപ്പസ് ഓഫ് ക്രിസ്ത്യൻ ലൈഫ് എന്ന് പറയുന്നത് ടു ബി മോർ ലൈക്ക് ജീസസ്, ക്രിസ്തുവെ പോലെ ആകുക. നാഗൽ സായിപ്പ് നമുക്ക് തന്നിട്ടുള്ളൊരു മനോഹരമായ പാട്ടുണ്ട്. ആരെ പോലെ ആകണം? യേശുവെ പോലെ ആകണം. അതിന് ഞാൻ ഇത് കാക്ഷിക്കുന്നു എന്നാണ്. യേശുവെ പോലെ ആകുക എന്ന് പറഞ്ഞാൽ മൈക്കലാഞ്ചലോ വരച്ച യേശുവിൻ്റെ രൂപത്തിൽ ആകുക എന്നുള്ളതല്ല. ഒരു നീളം കുപ്പായമിട്ട് നീളം താടിയും നീളം മുടിയുമായി നടക്കുക എന്നതാ മൈക്കലാഞ്ചലോ വരച്ച യേശുവിൻ്റെ രൂപം. അതത്ര യാഥാർത്ഥ്യമാണ് നമുക്ക് പറയാൻ പറ്റില്ല. ലോകം മുഴുവൻ അത് അംഗീകരിച്ചു കഴിഞ്ഞതുകൊണ്ട് അതാണെന്ന് എല്ലാവരും ധരിക്കുക. ആ രൂപത്തിലാകുക. ഒരു വളഞ്ഞ വടിയും കയ്യിൽ പിടിച്ച് ഒരു ആട്ടിൻകുട്ടി എടുത്ത് നെഞ്ചോട് ചേർത്ത് വെച്ച് നടക്കുക എന്നുള്ളതല്ല യേശുവെ പോലെ ആകുക എന്ന് പറഞ്ഞാൽ. യേശുവിൻ്റെ ത്യാഗം, യേശുവിൻ്റെ വിശുദ്ധി, യേശുവിൻ്റെ വിശ്വസ്തത, യേശുവിൻ്റെ വിനയം, പിതാവിന് മുൻപാകെയുള്ള യേശുവിൻ്റെ ആന്തരികമായിരിക്കുന്ന ബന്ധം, ഇങ്ങനെ പറയപ്പെട്ട 100 കാര്യങ്ങളുടെ ആകത്തുകയാണ് യേശുവെ പോലെ. യേശു ക്ഷമിച്ച പോലെ ക്ഷമിക്കാൻ പറ്റുന്നുണ്ടോ? സഹിച്ച പോലെ സഹിക്കാൻ പറ്റുന്നുണ്ടോ? യേശു ഇടപെട്ടതുപോലെ ഇടപെടാൻ പറ്റുന്നുണ്ടോ? മറ്റൊരു പ്രധാന കാര്യം, യേശു ശരീരം സൂക്ഷിച്ച പോലെ സൂക്ഷിക്കാൻ പറ്റുന്നുണ്ടോ? വിസ്താര മണ്ഡപങ്ങൾ മാറി മാറി വിസ്തരിക്കപ്പെട്ടിട്ടും ഏറ്റവും പരമാധികാരി, നിയമത്തിന്റെ കാവലാളായ പീലാത്തോസ് തൻ്റെ പ്രട്ടോറിയത്തിൽ നിന്നുകൊണ്ട് പ്രഖ്യാപനം ചെയ്തത്, ഞാൻ വലിയൊരു കുറ്റവും കാണുന്നില്ല. അതാണ് യേശുവെ പോലെയാകുക എന്ന് പറയുന്നതിൻ്റെ അർത്ഥം. മുഖത്തെ രോമം വെട്ടിച്ച് പിഴുതു പറിക്കുമ്പോഴും ആ പിഴുതു പറിക്കുന്ന ക്രൂരത ചെയ്യുന്നവൻ്റെ മുഖത്ത് നോക്കി ചിരിക്കുക. പുറമടിച്ചുടവുചാല പോലെ കയറിയപ്പോൾ തലതല്ലി പൊളിച്ചപ്പോഴും ആ സഹന മനോഭാവം മാറുന്നില്ല, ത്യാഗസന്നദ്ധത മാറുന്നില്ല. അതാണ് യേശുവെ പോലെയാകുക. അതാണ് ദൈവാനുരൂപം. ഓക്കെ, അപ്പം നാം പുതുമനുഷ്യനാകണം. ഈ പുതുമനുഷ്യൻ വളർന്ന് 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 ആരാകുമെന്നറിയാമോ? 1 തിമോത്തിയോസ് 6:11 ദൈവത്തിൻ്റെ മനുഷ്യനായി മാറണം. ആരാകണം നമ്മൾ? ദൈവത്തിൻ്റെ മനുഷ്യൻ, ദ മാൻ ഓഫ് ഗോഡ് എന്ന് പറയുന്ന പുണ്യത്തിലേക്ക് നമ്മൾ കയറണം. അതാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ സകല മനുഷ്യരും എന്ന് പറയുന്നതിനകത്ത് നമ്മൾ ആകരുതാത്ത കുറേ മനുഷ്യരെ ഞാൻ പറഞ്ഞു തന്നു. ആകേണ്ട കുറേ മനുഷ്യരുണ്ട്. അവരെ നമുക്ക് അതേപോലെ ആകാൻ നമുക്ക് കഴിയണം. ബോധ്യമായവർ കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. അടുത്ത ഏറ്റവും പ്രധാനമായൊരു പ്രയോഗത്തിലേക്ക് നമ്മൾ ജമ്പ് ചെയ്യുകയാണ്. ദൈവം സകല മനുഷ്യരും, ആ 2 പ്രയോഗങ്ങൾ കണ്ടു. അടുത്തത് രക്ഷ പ്രാപിക്കണം. എല്ലാവരും എന്ത് ചെയ്തേ പറ്റുള്ളൂ? രക്ഷ പ്രാപിച്ചവർ, ബോധ്യമായവർ എത്ര പേരുണ്ട്? അവർ കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിച്ചാട്ടെ. കുഞ്ഞുങ്ങളടക്കം രക്ഷ എന്ന വിഷയത്തെക്കുറിച്ച് കേട്ടുകൊള്ളണം. രക്ഷ പ്രാപിക്കാൻ ഒത്തിരി വഴിയില്ല, ഒറ്റ വഴിയേ ഉള്ളൂ, അത് യേശു മാത്രമാണ്. യേശു രക്ഷകന്മാരുടെ കൂട്ടത്തിൽ രക്ഷകനല്ല. യേശുവല്ലാതെ രക്ഷകനില്ല. എത്ര പേര് സമ്മതിക്കുന്നുണ്ട് ആ കാര്യം? സുവിശേഷത്തിൻ്റെ മഹത്തായ ദർശനമാണ്. ഉറക്ക പ്രഖ്യാപനം ചെയ്യേണ്ട കാര്യമാണത്. അത് കേൾക്കുമ്പോൾ ചിലരുടെയെങ്കിലും പെരുവിരൽ മുതൽ ഉച്ചന്തല വരെ ഒരു കോപത്തിൻ്റെ തരിപ്പം കൊണ്ട് ഇരച്ചു കയറാൻ സാധ്യതയുണ്ട്. ആര് കോപിച്ചാലും, ആര് ഉറഞ്ഞു തുള്ളിയാലും, ആര് പ്രതികരിച്ചാലും സുവിശേഷത്തിൻ്റെ ഈ മഹത്തായ കാര്യം ഞങ്ങൾ ഉറക്ക പറയാതിരിക്കാൻ പറ്റില്ല. യേശുവല്ലാതെ വേറെ രക്ഷകനില്ല. ഹല്ലേലൂയ. പത്രോസിൻ്റെ ക്വാളിറ്റി എന്താണെന്നറിയാമോ? പൗലോസ് ഒരു ഗ്രേറ്റ് തിയോളജിയാണ്, യോഹന്നാനും ഗ്രേറ്റ് തിയോളജിയാണ്. അവരുടെ പുസ്തകങ്ങൾ അത് തെളിയിക്കുന്നുണ്ട്. 2 ലേഖനങ്ങൾ എഴുതിയതിനകത്ത് അത്ര വലിയ തിയോളജി ഒന്നും പത്രോസ് സ്ഥാപിച്ചിട്ടില്ലെങ്കിൽ കൂടെ പത്രോസിൻ്റെ 2 പ്രഭാഷണങ്ങളിൽ ഉച്ചൈസ്തരം താൻ ഘോഷിച്ചിട്ടുള്ള 2 വാക്യങ്ങളുണ്ടല്ലോ. അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകത്തിൻ്റെ ജീവാത്മാവും പരമാത്മാവുമായ 2 വാക്യങ്ങളുണ്ട്. ഗംഭീരമാണ് 2 വാക്യങ്ങൾ. ആരും മറക്കരുത്. പത്രോസിനോട് നിങ്ങൾക്ക് പ്രണയമുണ്ടാകാൻ 2 വാക്യങ്ങൾ ഞാൻ തരാം. പൗലോസിനോട് നമുക്ക് അകമഴിഞ്ഞ സ്നേഹമുണ്ടാകാൻ തൻ്റെ ലേഖനങ്ങളിൽ
ഉടനീളം 100 വാക്യങ്ങളുണ്ട്. പക്ഷേ പത്രോസ് പറഞ്ഞ 2 വാക്യങ്ങൾ മതി ആ മനുഷ്യൻ്റെ ആത്മീയതയുടെ ആഴവും ദൈവശാസ്ത്രത്തിൻ്റെ ഗാംഭീര്യതയും മനസ്സിലാക്കാൻ. ഏതാ 2 വാക്യങ്ങൾ എന്നറിയാമോ? ഒന്ന് 4:12. ഏത് 4:12? അപ്പോസ്തലപ്രവൃത്തി 4:12. എന്താ പറഞ്ഞിരിക്കുന്നത്? മറ്റൊരുത്തനിലും, എന്നെ നെഞ്ചുറപ്പാൻ നോക്കിക്കേ, മറ്റൊരുത്തനിലും എന്തോ ഇല്ല, രക്ഷയില്ല. മറ്റൊരുത്തനിലും എന്ന് പറയുമ്പോൾ അതിനകത്തൊരു പുരുഷ മേധാവിത്വം വരുന്നുണ്ട് പാസ്റ്റർ, അല്ലേ? അതുകൊണ്ട് അതിനകത്തൊരു തിരുത്തൽ വായിക്കണം. അതിനകത്ത് വേറൊരു വായനയും കൂടെ ഉണ്ട്. മറ്റൊരുത്തനിലും എന്ന് പറയുന്നത് പോലെ മറ്റൊരുത്തിയിലും രക്ഷയില്ലെന്നും കൂടെ പറയണം. അത് പറയാൻ എന്നാ പേടി തന്നെ? മറ്റൊരുത്തനിലും എന്തോ ഇല്ല, രക്ഷയില്ല. മറ്റൊരുത്തിയിലുമില്ല, മറ്റൊരിടത്തുമില്ല, മറ്റൊന്നിനുമില്ല. രക്ഷ ക്രിസ്തുവിൽ മാത്രമാണ്. എത്ര ആധികാരികതയുള്ള വാക്യമാണെന്ന് നോക്കിക്കേ. ഇനിയും പത്രോസ് അത് പറയുമ്പോൾ ഓർത്തോണം, അത് ഏത് വാക്യത്തിൻ്റെ ഉദ്ധരണിയാണെന്നറിയാമോ? അത് ഏത് വാക്യത്തിൻ്റെ പുതിയ നിയമ ഭാഷ്യമാണെന്നറിയാമോ? പഴയ നിയമത്തിൽ ഇതിന് തത്തുല്യമായി വേറൊരു വാക്യമുണ്ട്. യെശയ്യാപ്രവചനം 43:11. യെശയ്യാവ് 43:11. ആ വാക്യത്തിൻ്റെ പുതിയ നിയമ ഭാഷ്യമാണ് അപ്പോസ്തലപ്രവൃത്തി 4:12. ഞാൻ മാത്രമേ യഹോവ, ഞാനല്ലാതെ ഒരു രക്ഷിതാവും ഇല്ല. യഹോവ എന്ന നാമം യാഹ്വേ എന്ന് പറഞ്ഞാൽ ഞാൻ മാത്രം. ഈ ഞാൻ എന്ന പ്രയോഗത്തിൻ്റെ അനുഗ്രഹീതമായ നാമവിശേഷമാണ് യഹോവ. മോശ ചോദിക്കുന്നുണ്ടല്ലോ, മുൾപ്പടർപ്പിൽ കത്തുന്ന കണ്ടിട്ട്, മുൾപ്പടർപ്പിന് ദോഷം വരാതെ തീറ്റുവാല ഉയർന്ന കണ്ടിട്ട് മോശ ഒരു ചോദ്യം, വാട്ട് ഈസ് യുവർ നെയിം? നിന്റെ പേര് എന്താ? അപ്പൊ തിരിച്ച് മറുപടി പറഞ്ഞ എന്താ? ഞാനാകുന്നവൻ. അപ്പൊ യഹോവ എന്ന് തന്നെയാണ് അതിൻ്റെ യഥാർത്ഥ പ്രയോഗം. അതാണ് എബ്രായ പ്രയോഗം. എന്നൊരു പദം, അഷേർ എന്നൊരു പദം, വീണ്ടും യഹ്യഹ്. ഈ 3 പദങ്ങളുടെ ആദ്യാക്ഷരങ്ങൾ ഒരുമിച്ച് ചേർത്താൽ യാഹ്വേ. ആ യാഹ്വയാണ് യഹോവ. ആ യഹോവയാ പറയുന്നത് ഞാൻ ആകുന്നവൻ. പുതിയ നിയമത്തിൽ ഉടനീളം പറയുന്നുണ്ട്, ഞാൻ പുനരുത്ഥാനം, ഞാൻ വാതിൽ, ഞാൻ ജീവനാകുന്നു. ഞാൻ നിന്റെ രക്ഷകനാകുന്നു. എത്ര പ്രാവശ്യമായി ഞാൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. അബ്രഹാമിൻ്റെ വീട്ടുമുറ്റത്ത് വിരുന്നുണ്ണാൻ പോയ 3 ദൂതന്മാരെ അറിയാമോ? അതിൽ ഒരുവൻ പറയുന്നു, ഒരാണ്ട് കഴിഞ്ഞ് ഞാൻ ഇതിൽ വരുമ്പോൾ നീ ഒരു കുഞ്ഞിനെ അണച്ചുകൊള്ളും. ആ ഞാൻ ആരാ? നമ്മുടെ കർത്താവ് തന്നെയാ. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഹല്ലേലൂയ. അപ്പൊ കർത്താവിലല്ലാതെ രക്ഷ വേറെ ഇല്ല. അബ്രഹാമിൻ്റെ വീട്ടുമുറ്റത്ത് ഞാൻ എന്ന് പറഞ്ഞത് കേട്ടാണ് അബ്രഹാം അത് വിശ്വസിക്കുന്നത്. ആ ഞാൻ തന്നെയാണ് യോഹന്നാൻ 18:6 പറയുന്നത്. ഞാൻ തന്നെ എന്ന് അവൻ അവരോട് പറഞ്ഞപ്പോൾ അവർ പിൻവാങ്ങി നിലത്ത് എന്ത് ചെയ്തെന്നാ? ആ ഞാൻ എന്ന പ്രയോഗത്തിന് മുമ്പിൽ പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല. ഞാനാകുന്നു. അത് പുതിയ നിയമത്തിനും അത് തന്നെ നമുക്ക് കാണാൻ കഴിയും. അപ്പൊ യഹോവ അത് നമ്മുടെ കർത്താവാണ്. യെശയ്യാവ് 43:11 വാക്യത്തിന്റെ പുതിയ നിയമ ഭാഷ്യമാണ് അപ്പോസ്തലപ്രവൃത്തി 4:12. സ്തോത്രം പറഞ്ഞാണ്ട് ഹല്ലേലൂയ. അപ്പൊ രക്ഷയ്ക്ക് ഒറ്റ മാർഗമേ ഉള്ളൂ. അതാരാണ്? ക്രിസ്തു മാത്രം. അപ്പം 43:11 അപ്പോസ്തലപ്രവൃത്തി 4:12 ഇത് രണ്ടും കൂടെ കണക്ട് ചെയ്തുകൊള്ളണം. പഴയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന ആ വാക്യത്തിൻ്റെ പുതിയ നിയമ ഭാഷ്യമായിട്ടാണ് പത്രോസ് പറയുന്നത്. പത്രോസിൻ്റെ 2 വാക്യങ്ങൾ ഞാൻ പറഞ്ഞല്ലോ, അതിലൊന്ന് ഇതാണ് 4:12. മറ്റൊന്നും കൂടെ ഉണ്ട് 10:43. അപ്പോസ്തലപ്രവൃത്തി 10:43. പത്രോസ് എന്ന് പറയുന്ന അനുഗ്രഹീതനായ ദൈവദാസനെ മൊത്തത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ 2 ദൈവശാസ്ത്ര വചനങ്ങളുടെ ആകത്തുകയാണ്. 10:43 നിങ്ങൾ നോക്കിക്കേ, അവിടെ പറയുന്നു, അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവനും എന്തോ ഉണ്ട്? പാപമോചനമുണ്ട്. അവൻ്റെ നാമത്തിൽ ഏത് നാമത്തിൽ? യേശുവിൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നു. വേറൊരു നാമവും പാപമോചനം തരാതിരിക്കുമ്പോൾ യേശുവിൻ്റെ നാമം പാപമോചനം തരുന്നു. അപ്പം രക്ഷയ്ക്ക് ഒറ്റ വഴിയേ ഉള്ളൂ, അതെൻ്റെ യേശു മാത്രമാണ്. വിശ്വസിക്കുന്നവർ കർത്താവിനെ സ്തുതിച്ചാട്ടെ. കാലങ്ങൾക്ക് മുൻപേ അടുത്ത കാലത്തോ ഈ നാമത്തിൽ ആശ്രയിച്ച നമുക്ക് ഓരോരുത്തർക്കും കർത്താവ് രക്ഷ തരികയുണ്ടായി. ഹല്ലേലൂയ. രക്ഷയ്ക്ക് വേണ്ടി വേറെ ഓപ്ഷൻ ഇല്ലെന്ന് പഠിച്ചോണം. ഞാനൊരു ചിന്ത പറയാം, ശ്രദ്ധിച്ച് കേട്ടോണേ. അടൂരോ കടമ്പനാടോ അതല്ലെങ്കിൽ അടുത്ത നല്ല നല്ല പട്ടണങ്ങളിലേക്ക്, ടൗണുകളിലേക്ക് നിങ്ങൾ കയറുമ്പോൾ നിങ്ങളുടെ മച്ചാനോ മൈനിയോ മച്ചമ്പിയോ അളിയനോ നാത്തൂനോ പറഞ്ഞു, ഇന്നടുത്തെ ആ ഹോട്ടൽ സൂപ്പറാകട്ടോ, ഒന്ന് കഴിച്ചിട്ടേ പോകാവേ, അവിടെ കാണാൻ ചെല്ലുകയാണെങ്കിൽ അവിടുത്തെ ചിക്കൻ സൂപ്പറാണ്, ബീഫ് ഗംഭീരമാണ് എന്നൊക്കെ പറഞ്ഞു. സമയമില്ലായിരുന്നിട്ടും അളിയൻ പറഞ്ഞല്ലേ എന്ന് വിചാരിച്ച് നമ്മളവിടെ കയറി കഴിച്ചു. നമുക്കത്ര വലിയ ഗംഭീരമായിട്ട് തോന്നിയില്ല. സ്തോത്രം. പരാതിപ്പെടണ്ട. അടുത്ത പ്രാവശ്യം പോകുമ്പോൾ ആ ഹോട്ടലിൽ കയറണ്ട, വേറെ ഹോട്ടലിൽ കയറാം നമുക്ക്. ഞാൻ പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? ആ ബേക്കറി കയറണ്ടെന്ന് വേറെ ബേക്കറി കയറാം. ആ ചായക്കട കയറണ്ട, വേറെ ചായക്കടയുണ്ട് ഇഷ്ടം പോലെ. നാത്തും പറഞ്ഞ അനുസരിച്ചാണ് നമ്മൾ ആ വസ്ത്രാലയത്തിൽ കയറി ചുരിദാർ എടുത്തത്.
അന്യായ വിലയും കൊടുത്ത് വാങ്ങിച്ചുകൊണ്ട് വന്ന് വീട്ടിൽ വന്ന് ഉപയോഗിച്ച് കഴിഞ്ഞപ്പോഴാണ് പഞ്ചായത്ത് കുളം മുഴുവനും കലങ്ങി. വിഷമിക്കണ്ട, ആ കടയിൽ പിന്നെ കയറണ്ട. വേറെ എത്രയോ കടകളുണ്ട്. പലവ്യഞ്ജന കട ഇന്നടുത്ത് നല്ലതാണെന്ന് പറഞ്ഞ് അവിടെ ചെന്ന് വാങ്ങിച്ചു. വീട്ടിൽ വന്നു കഴിഞ്ഞപ്പം തൂക്കം കുറവാന്ന് നമുക്ക് തന്നെ ബോധ്യമായി. 1 കിലോ പഞ്ചാര വാങ്ങിച്ചാൽ എൻ്റെ ഈ കുപ്പിക്കകത്ത് നിറയേണ്ടതാണല്ലോ, ഇതിപ്പോൾ 3/4 ആയുള്ളൂ. അമ്മച്ചിമാർക്കൊക്കെ ഭയങ്കര കണക്കാണ്, ഇവരെല്ലാം കണക്കപ്പിള്ളകളല്ലേ. കൃത്യമായിട്ടറിയാം ആ കട കൊള്ളത്തില്ല, കൊള്ളയാന്ന് പറയാം. ആൻറ്റി വേറെ കടയുണ്ടെന്ന്, അവിടെ കയറണ്ട. നിങ്ങളെ കുഞ്ഞുങ്ങൾ പഠിക്കുന്ന സ്കൂളിൽ നിലവാരം കുറവാണെന്ന് നിങ്ങൾക്ക് ബോധ്യമായാൽ അവിടെ പഠിപ്പിക്കണ്ട. വേറെ സ്കൂളുണ്ടല്ലോ, ഇവിടെ നിലവാരമുള്ള സ്കൂൾ എത്രയോ ഉണ്ട്, അവിടെ മാറ്റാം. താങ്കൾ വാങ്ങിച്ച കാറ് പ്രയോഗത്തിൽ അത്ര സ്മൂത്ത് അല്ലെന്ന് വന്നാൽ വേറെ മാറ്റി വാങ്ങാം, കുഴപ്പമൊന്നുമില്ല. അപ്പം ഏത് കാര്യത്തിനും നമുക്ക് ഓപ്ഷനുണ്ട്. ഞാൻ പറഞ്ഞ മനസ്സിലാകുന്നുണ്ടോ? ഏത് കാര്യവും നമ്മൾ ഉദ്ദേശിച്ച അത്രയും പെർഫോമൻസ് ആയില്ലെങ്കിൽ നമുക്ക് എന്തോ ഉണ്ട്, ഓപ്ഷനുണ്ട്. പക്ഷെ കേട്ടോണേ, മുക്തിക്കും മോക്ഷത്തിനും സായുജ്യത്തിനും ശാന്തിക്കും പാപമോചനത്തിനും വിടുതലിനും വീണ്ടെടുപ്പിനും വേറെ ഓപ്ഷനില്ല. യേശു മാത്രം, യേശു മാത്രമേ ഉള്ളൂ. യേശുവിനെ പരീക്ഷിച്ചിട്ട് യേശുവിനെ നോക്കിയിട്ട് കാര്യം നടന്നില്ലെങ്കിൽ പിന്നെ അത് സാധിച്ചു തരാൻ കരുത്തുള്ള ഒരുത്തനുമില്ലെന്ന്. എങ്ങും പോയാൽ രക്ഷയില്ല. തെക്കോട്ടോ വടക്കോട്ടോ കിഴക്കോട്ടോ പടിഞ്ഞാറോ എങ്ങോട്ടോടിയാലും രക്ഷയില്ല. രക്ഷയ്ക്ക് യേശു മാത്രം. അതാ സത്യവചനമെന്ന് പറയുന്നത്. യേശുവും രക്ഷയ്ക്കൊരു മാർഗമാണെന്നുള്ളത് സത്യവചനമല്ല. സത്യവചനം യേശു മാത്രമാണ് രക്ഷയുടെ സാധ്യത. എത്ര പേര് മനസ്സിലാക്കുന്നുണ്ടത്? അപ്പം രക്ഷയുടെ പ്രാപണം യേശുവിലൂടെയാണ്. രക്ഷയുടെ പരിജ്ഞാനം എന്ന് പറയുന്ന ഒരു പ്രയോഗമുണ്ട്, അറിയാമോ? രക്ഷയുടെ പരിജ്ഞാനം, സത്യത്തിൻ്റെ പരിജ്ഞാനം, രക്ഷയ്ക്ക് ജ്ഞാനിയാക്കുവാൻ കഴിയുന്ന 2 തിമോഥെയോസ് 3:16 വാക്യം പറയുന്നത്, എല്ലാ തിരുവെഴുത്തും 3:14 മുതൽ താഴോട്ട് വായിക്കുമ്പോൾ പറയുന്നുണ്ട്, എല്ലാ തിരുവെഴുത്തും നമ്മളെ രക്ഷയ്ക്ക് ജ്ഞാനിയാക്കുന്നു. രക്ഷയുടെ ജ്ഞാനം എന്നൊക്കെ പറയുന്ന വസ്തുതകളെ നാളെ രാത്രി ഞാൻ വിശദീകരിക്കുക. രക്ഷയ്ക്ക് കാലമുണ്ട്. നാം രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. നാളെ നാം രക്ഷിക്കപ്പെടും. സ്തോത്രം. ഈ രക്ഷയ്ക്ക് ജ്ഞാനിയാകണം. രക്ഷകൻ ആരാണെന്നുള്ള ജ്ഞാനം, രക്ഷ എങ്ങനെയാണെന്നുള്ള ജ്ഞാനം, രക്ഷ പ്രാപിച്ചില്ലെങ്കിൽ എന്താ കുഴപ്പമെന്ന ജ്ഞാനം, രക്ഷ പ്രാപിക്കുന്നവൻ്റെ ഭാവി എന്താണെന്ന ജ്ഞാനം, ഇതൊക്കെ വിശദീകരിച്ച് പഠിക്കേണ്ടതുണ്ട്. കർത്താവ് അനുവദിക്കുന്ന പക്ഷം നാളെ നമ്മളതിനെ തീർച്ചയായും പഠിക്കും. യേശു മാത്രമേ ഏകരക്ഷകൻ. ബോധ്യമായവർ കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. അപ്പം സകല മനുഷ്യരും രക്ഷ പ്രാപിക്കണം. സത്യവചന ഘോഷണമായതുകൊണ്ട് സത്യത്തിൻ്റെ പരിജ്ഞാനം അടുത്ത ദിവസം നമ്മൾ നന്നായി പഠിക്കുന്നതാകും. കാലാവസ്ഥ ദൈവം അനുകൂലമാക്കട്ടെ. ദൈവം ജനത്തെ കൂട്ടിവരുത്തട്ടെ. ഈ 2 പ്രത്യേക പ്രമേയങ്ങൾ എല്ലാവരും അറിഞ്ഞേ പറ്റുകയുള്ളൂ. ദൈവസന്നിധിയിൽ നമുക്ക് ഒരുമിച്ച് എഴുന്നേറ്റ് നിൽക്കാം. എല്ലാ പ്രിയപ്പെട്ടവരും എഴുന്നേറ്റ് നിന്നാട്ടെ. കൊയർ മുൻപോട്ട് വരുന്നു. അനുഗ്രഹിതമായി ചില വരികൾ അവർ പാടുന്നു. ചേർന്ന് പാടി കർത്താവിനെ നമുക്ക് മഹത്വപ്പെടുത്താം. നമ്മുടെ കർത്താവിൻ്റെ ആഗ്രഹം ഇതാണ്. നാം എല്ലാവരും രക്ഷ പ്രാപിക്കണം. നാം എല്ലാവരും സത്യത്തിൻ്റെ പരിജ്ഞാനത്തിൽ എത്തണം. വിവിധ തരം മനുഷ്യക്കൂട്ടങ്ങളെ ഞാൻ വിശദീകരിക്കുകയുണ്ടായി. അതിലൊന്നും നമ്മൾ പെട്ടുപോകരുത്. ഏറ്റവും ഒടുവിൽ പറഞ്ഞ പുതിയ മനുഷ്യനും ദൈവത്തിൻ്റെ മനുഷ്യനുമായി നമ്മൾ മാറേണ്ടതുണ്ട്. കണ്ണുകളെല്ലാം ദൈവസന്നിധിയിൽ അടയുമ്പോൾ ഇന്ന് രാത്രി കേൾപ്പിച്ച ആലോചനയുടെ മുൻപാകെ നമ്മുടെ ഹൃദയത്തെ ഒന്ന് സമർപ്പിച്ചു കൊടുത്തേ. നമ്മുടെ രക്ഷാജീവിതം എങ്ങനെയുണ്ട്? കർത്താവുമായിട്ടുള്ള നമ്മുടെ ബന്ധം എങ്ങനെയുണ്ട്? കർത്താവ് നമ്മളെക്കുറിച്ച് നീരസപ്പെടുന്നോ അതോ കർത്താവിന് നമ്മളെ പ്രസാദമാണോ? സത്യത്തിൻ്റെ പരിജ്ഞാനത്തിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ടോ? ആത്മീകമായിരിക്കുന്ന മുന്നേറ്റം നമുക്ക് എത്രമാത്രമാണുള്ളത്? ആ വാക്യത്തെ ശ്രദ്ധിച്ച് കേൾക്കേണ്ടതായിട്ടുണ്ട്. ദൈവം ആഗ്രഹിക്കുന്ന 2 പ്രധാന കാര്യങ്ങൾ. നാം രക്ഷ പ്രാപിക്കണം, സത്യത്തിൻ്റെ പരിജ്ഞാനം. അങ്ങ് ദൂരെ ഞങ്ങളെ കേൾക്കുന്ന മാന്യ സുഹൃത്തെ, രക്ഷയ്ക്ക് യേശുവല്ലാതെ വേറെ മാർഗമില്ലെന്ന് താങ്കൾ അറിയണേ. കുന്നുകയറി മലയിറങ്ങി പുഴ താണ്ടി കടൽ നീന്തി ദേഹം മുറിച്ച് രക്താർപ്പണം, പോക്കറ്റിൽ നിന്ന് ധനാർപ്പണം, സഹസ്രകോടി സ്തോത്രാർപ്പണങ്ങൾ വായിൽ നിന്ന്, ഇങ്ങനെയൊക്കെ അർപ്പണതർപ്പണങ്ങൾ ചെയ്ത് പദയാത്ര ചെയ്ത് തീർത്ഥയാത്ര ചെയ്ത് രക്ഷ പ്രാപിക്കാം, മോക്ഷം പ്രാപിക്കാം എന്നുള്ളത് താങ്കളെ പഠിപ്പിച്ചിരിക്കുന്ന ദൈവശാസ്ത്രമാകാം. പക്ഷേ അത്യുന്നതനായ ദൈവം മനുഷ്യന് കൊടുത്ത ഏറ്റവും മഹത്തായ ശാസ്ത്രമാണ് വിശുദ്ധ ബൈബിൾ. അതിലൂടെയുള്ള രക്ഷയുടെ ജ്ഞാനം താങ്കൾ ഏറ്റെടുക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. രക്ഷിക്കപ്പെട്ട ഒരു പറ്റം ദൈവമക്കളായി ഇവിടെ ഹല്ലേലൂയ പാടി ദൈവത്തെ മഹത്വപ്പെടുത്തുക. ഈ രക്ഷയുടെ ഭാവി എന്താണെന്ന് നാളെ നമ്മൾ ചിന്തിക്കും. അതുകൊണ്ട് രക്ഷയിലേക്ക്, കർത്താവ് ഒരുക്കുന്ന രക്ഷയിലേക്ക് ഞങ്ങൾ ഒരുമിച്ച് ആഹ്വാനം ചെയ്യുന്നു. ഈ ആലയത്തിൻ്റെ അങ്കണത്തിൽ കൂടി ഇത്രയും ആളുകൾക്ക് അബദ്ധം പറ്റിയിട്ടില്ല. അവർ യഥാർത്ഥത്തിൽ ദൈവം
അത്യുന്നതനായ ദൈവം ആഗ്രഹിച്ച വഴിത്താരയിൽ തന്നെയാ ഈ ലോകത്തിന്റെ ദൈവമായ പിശാച് തങ്ങളെ തോൽപ്പിക്കല്ലേ. ഇന്ന് രാത്രി വഴിമാറ്റിക്കോ, ഇന്ന് രാത്രി ചുവട് മാറ്റിക്കോ. മദ്യത്തോട്, മയക്കുമരുന്നിനോട്, ലഹരി പദാർത്ഥങ്ങളോട്, ദുശീലങ്ങളോട്, ദുർഗുണങ്ങളോട് വിട പറഞ്ഞുകൊണ്ട് ഒരാത്മിക ജീവിതത്തിന്റെ വഴിത്താരയിലേക്ക് ചുവട് വയ്ക്കാൻ ഞങ്ങൾ ബുദ്ധി ഉപദേശിക്കുന്നു. ചേർന്ന് പാടി കർത്താവിനെ നമുക്ക് ആരാധിക്കാമല്ലോ. നമ്മുടെ കർത്താവ് മാത്രം രക്ഷകൻ.